ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ വിശിഷ്ടരായ വ്യക്തികൾക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. ഇവിടെ ശ്രോതാക്കളായി എത്തിയിട്ടുള്ള മനക്കിച്ചിറ കൺവെൻഷനിൽ പങ്കെടുത്ത് ധന്യരായിട്ട് തീരുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഗുരുദേവ ഭക്തർക്കും ഗുരുനാമത്തിൽ നമസ്കാരം. മനക്കിച്ചിറ കൺവെൻഷൻ മണിമലയാറിൻ്റെ തീരത്ത് 15 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിമലയാർ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഒരു സന്തോഷം തോന്നും. ഒരു ആറിൻ്റെ തീരത്ത് വർഷങ്ങളായി ഒരു കൺവെൻഷൻ നടക്കുന്നു. അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ദിവ്യദർശനം പങ്കുവയ്ക്കുന്ന നിരവധി സുഹൃതികൾ ഇവിടെ വന്ന് ഗുരുചരിതവും ഗുരുവചനങ്ങളും പങ്കുവയ്ക്കുകയും അത് ശ്രവിച്ച് ധന്യരായിത്തീരുന്ന തിരുവല്ലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഒരർത്ഥത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ സന്ദർഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിനും തത്വചിന്തയ്ക്കും ഇന്ന് ആഗോളമായ ഒരു വലിയ പ്രസക്തി ഉയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോകത്തെ സമന്വയിപ്പിക്കാൻ, ലോകത്തിൽ ഒരു ശാന്തിയും സമാധാനവും കൈവരുത്തുവാനായിട്ട് ഗുരുവിൻ്റെ ദർശനത്തിനുള്ള ആ വിശാലത വേറെ ലോകത്തിലേതെങ്കിലും ഒരു മതത്തിനോ ദർശനത്തിനോ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഗുരു സർവത്തെയും സമാശ്ലേഷിച്ചുകൊണ്ടാണ് ഗുരുവിൻ്റെ തത്വദർശനം എഴുതിയിട്ടുള്ളത്. കേരളത്തിൽ മാത്രമല്ല, നമുക്കറിയാം, ഞാൻ വരുന്നത് നാരായണ ഗുരുകുല പരമ്പരയിൽ നിന്നാണ്. നമ്മുടെ ഗുരുപരമ്പരയിലെ മഹാഗുരുവായിട്ടുള്ള നടരാജഗുരു, ഗുരുദേവനാൽ തന്നെ അനുഗ്രഹീതനായ നടരാജഗുരു 1928 ഗുരുദേവൻ്റെ മഹാസമാധി വർഷം തന്നെ ഗുരുദേവാനുഗ്രഹത്താൽ ഫ്രാൻസിലേക്ക് കപ്പൽ കയറി. അത് ഗുരു തന്നെ അനുഗ്രഹിച്ച് അയച്ചതാണ് നടരാജഗുരുവിനെ. ഡോക്ടർ പൽപ്പുവിൻ്റെ മകനായ നടരാജഗുരുവിനെ ഫ്രാൻസിലേക്ക് അയക്കുന്നു. ഫ്രാൻസിലേക്ക് പോകുന്ന നടരാജഗുരുവിനോട് ഗുരുദേവൻ പറഞ്ഞത്, തമ്പി എന്നാണ് നടരാജഗുരുവിനെ ഗുരുദേവൻ വിളിച്ചിരുന്നത്. തമ്പി, നാം പറഞ്ഞത് ലോകത്തിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. അന്ന് ഗുരുവിന്
ഭിക്ഷയായി കിട്ടിയിരുന്ന 1500 രൂപ ഒരു കിഴിയിൽ സൂക്ഷിച്ചിരുന്നു. ആ പണം നടരാജ ഗുരുവിന് കൈമാറി. നടരാജ ഗുരു ഫ്രാൻസിലേക്ക് കപ്പൽ കയറി. ഗുരു കപ്പൽ കയറി ഫ്രാൻസിൽ സൊർബോൺ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നാരായണ ഗുരുദേവൻ്റെ വിദ്യാഭ്യാസ ദർശനം അവിടെ റിസർച്ചിനായിട്ട് പഠനത്തിനെടുത്തു. പേഴ്സണൽ ഫാക്ടേഴ്സ് ഇൻ എഡ്യൂക്കേഷണൽ പ്രോസസ്സ് എന്നാണ് ആ പഠന വിഷയത്തിൻ്റെ തീസിസിൻ്റെ ടൈറ്റിലായിരുന്നത്. വിദ്യാഭ്യാസത്തിലെ വ്യക്തിഗതമായിട്ടുള്ള ഘടകം. ഗുരു ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടാണ് നടരാജ ഗുരു കരുതിയിട്ടുള്ളത്. ഒരു മനഃശാസ്ത്രജ്ഞനും തത്വദർശകനും അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷണനും. ആ വിദ്യാഭ്യാസ വിചക്ഷണനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേൾഡ് എഡ്യൂക്കേഷൻ മാനിഫെസ്റ്റോ എന്ന ലോകത്തിന് വേണ്ടുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായൊരു രൂപരേഖ നടരാജ ഗുരു എഴുതി ഉണ്ടാക്കി. ഇന്നും ആ പുസ്തകം ലഭ്യമാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ഇണങ്ങുന്ന വിദ്യാഭ്യാസത്തിൻ്റെ വശങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണത്. ശ്രീനാരായണ ഗുരുവിലെ വിദ്യാഭ്യാസ വീക്ഷകനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നടരാജ ഗുരു 5 വർഷം ആ വിഷയം ഗഹനമായിട്ട് പഠിക്കുകയും ഫ്രഞ്ച് ഭാഷയിൽ തന്നെ ഒരു തീസിസ് തയ്യാറാക്കിയിട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ തീസിസിന് PhD നടരാജ ഗുരുവിന് കിട്ടി. ഇത് 1928 ശേഷമുള്ള 5 വർഷം. 1928 ഗുരു മഹാസമാധി വരിച്ചപ്പോൾ ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടി വരണമെന്ന് നടരാജ ഗുരുവിനുണ്ടായിരുന്നെങ്കിലും ഗുരു ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി വീണ്ടും നടരാജ ഗുരുവിന് ഫ്രാൻസിൽ തങ്ങേണ്ടി വന്നു. ആ കാലത്താണ് നടരാജ ഗുരു അവിടെ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന സൂഫി ക്വാർട്ടർലി എന്ന മാസികയിൽ നാരായണ ഗുരുദേവൻ്റെ ദിവ്യചരിതം എഴുതാൻ തുടങ്ങിയത്. ഒരർത്ഥത്തിൽ നാരായണ ഗുരുദേവൻ്റെ ബയോഗ്രാഫിയെ സംബന്ധിക്കുന്ന ഒരു വലിയ ഗ്രന്ഥമായിട്ടത് പിന്നീട് പരിണമിക്കുകയുണ്ടായി. ആ കാലത്ത് ലോകത്തിലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് റൊമൈൻ റോളാൻഡ്. അദ്ദേഹം ഈ സൂഫി ക്വാർട്ടർലിയുടെ വരിക്കാരനായിരുന്നു. ഈ സൂഫി ക്വാർട്ടർലി വായിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് നാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള അറിവുണ്ടായി. ദക്ഷിണേന്ത്യയിലെ ഒരു മഹാജ്ഞാനിയായ, സാധാരണ ജ്ഞാനിയല്ല, കർമ്മനിരതനായ ജ്ഞാനി എന്നാണ് റൊമൈൻ റോളാൻഡ് ഗുരുദേവനെ വിശേഷിപ്പിച്ചത്. കാരണം ഈ റൊമൈൻ റോളാൻഡ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ആ ജീവചരിത്രത്തിലാണ് നാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള പരാമർശമുണ്ടായത്. കേരളത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഗുരുദേവൻ അങ്ങനെ കടലുകൾ താണ്ടി പാശ്ചാത്യ രാജ്യങ്ങളിലും ഗുരുവിൻ്റെ നാമം അറിയപ്പെടാൻ തുടങ്ങിയത് അന്ന് മുതലാണ്. പിന്നീട് നടരാജ ഗുരു തന്നെ ഗുരുദേവൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും ആംഗലേയ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്, പരിഭാഷ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായത് ആത്മോപദേശ ശതകവും ദർശനമാലയുമാണ്. നടരാജ ഗുരു മനസ്സിലാക്കിയ ഒരു ബോധ്യം എന്തെന്ന് ചോദിച്ചാൽ, ഗുരുവിനെ അറിയേണ്ടത് ഗുരുവിൻ്റെ വചനങ്ങളിലൂടെയാണ്, വാക്കുകളിലൂടെയാണ് എന്നതാണ്. നമ്മളും ഗുരുവിനെ മനസ്സിലാക്കേണ്ടത് ഗുരുവിൻ്റെ വചനങ്ങളിലൂടെയും ഗുരുവിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെയും ആണ്. ഇന്ന് നമ്മളുടെ കാലഘട്ടമായപ്പോഴേക്കും നിരവധി വ്യാഖ്യാനങ്ങൾ ഗുരുവിൻ്റെ ഗ്രന്ഥങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഗുരുവിൻ്റെ കൃതികൾ വ്യാഖ്യാനിക്കും തോറും കൂടുതൽ അഗാധമായിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവിനെ ശരിക്കും ഒരു സമൂഹത്തിൻ്റെ മനഃശാസ്ത്രമറിഞ്ഞ ഒരു ചികിത്സകനായിട്ടാണ്
MP അപ്പൻ KP അപ്പൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. KP അപ്പൻ്റെ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ മനുഷ്യ മനസ്സിനെ ചികിത്സിച്ച ഒരു ചികിത്സകനായിട്ടാണ് ഗുരുവിനെ അദ്ദേഹം വിവരിക്കുന്നത്. ഒരർത്ഥത്തിൽ എന്തായിരുന്നു മനുഷ്യനെ ബാധിച്ചിരുന്ന ആ രോഗം? മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന രോഗം ഭേദചിന്തയായിരുന്നു, വിവേചനമായിരുന്നു. അതിൽ പ്രഥമഗണനീയമായിരുന്നത് ജാതി വിവേചനമായിരുന്നു. ഒരു കാലത്ത് മനുഷ്യനിൽ അന്തർലീനമായിരുന്ന ഈ വിവേചനത്തിൻ്റെ അർബുദം നല്ലവണ്ണം തിരിച്ചറിഞ്ഞ ഗുരു അതിന് ചികിത്സിക്കാനായിട്ടാണ് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത്. മനുഷ്യന് സ്വതവേ ഭേദബുദ്ധിയുണ്ട്, വിവേചനമുണ്ട്, ഡിസ്ക്രിമിനേഷനുണ്ട്. പക്ഷേ ആ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒന്നിനെ സംബന്ധിച്ചതാകുമ്പോൾ അതിന് ചികിത്സ ആവശ്യമാണ്. അങ്ങനെ ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് മാനവികർക്കിടയിലുണ്ടായിട്ടുള്ള വിവേചനത്തിൻ്റെയും ഉച്ചനീചത്വത്തിൻ്റെയും ഭവിഷ്യത്തിനെ തിരിച്ചറിഞ്ഞ് ഗുരു അതിനെ ചികിത്സിക്കാനായിട്ടാണ് സമൂഹത്തിലേക്ക് വന്നത്. അതിന് ഗുരുവിന് സഹായകമായ ദർശനം അദ്വൈതമായിരുന്നു. ഒരർത്ഥത്തിൽ ഈ അദ്വൈത ദർശനം ഗുരു മുന്നോട്ട് വെച്ചത് നമ്മളുടെ പാരമ്പര്യത്തെ, ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ, പൈതൃകത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദർശനമാണ് അദ്വൈതം. പക്ഷേ ആ ദർശനത്തെ ഗുരു ഉപയോഗപ്പെടുത്തി എന്നേ ഉള്ളൂ. ആ ദർശനം പറയുന്നതിന് മുൻപ് ഗുരുവിന് ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ചിരുന്നത് കൊണ്ട് ആ ദർശനമെല്ലാം ഗുരുവിൻ്റെ അകമേ തന്നെ തെളിഞ്ഞ ഒരു നീരുറവ പോലെ തെളിഞ്ഞ ഒരനുഭൂതിയായിരുന്നു. ആ അനുഭൂതിയാണ് ഗുരു അദ്വൈത ദർശനത്തിലൂടെ ആധുനിക ജനതയ്ക്ക് ഇണങ്ങുന്ന വിധത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് അതിൻ്റേതായിട്ടുള്ള വിശിഷ്ടതയും അതിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠതയുമുണ്ട് ഗുരുവിൻ്റെ രചനകൾക്ക്. ഗുരുവിൻ്റെ രചനകൾ ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രചനയാണ്. ആത്മോപദേശ ശതകം പോലുള്ള കൃതികളെല്ലാം ലോകത്തിൽ ഒരിടത്തും തന്നെ അത്തരത്തിലൊരു മിസ്റ്റിക്കൽ കാവ്യം നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. കാരണം അതിൽ ഒരേ സമയം തത്വദർശനം പറയുമ്പോഴും അനുഭൂതിയുടെ സാരല്യം അതിൽ വഴിഞ്ഞൊഴുകുന്നത് കാണാം. നമുക്ക് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള തലങ്ങളെ ഗുരു നമ്മളുടെ ആന്തരികതയിലേക്ക് ഒരു മാസ്മരികമായ തരത്തിൽ കടത്തിവിടുന്ന ഒരു തരം രചനയാണതിൽ. അത് നമുക്ക് അനുഭവിച്ച് അറിയേണ്ടതാണത്. വായിക്കും തോറും അതിൻ്റെ അഗാധത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു രചന. ആ കൃതി വ്യാഖ്യാനിക്കാനായിട്ട് കുമാരനാശാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ആശാൻ അത് പൂർത്തീകരിക്കാനോ അതിൻ്റെ ആഴത്തിലേക്ക് പോകാനോ കഴിഞ്ഞില്ല. പിന്നീട് നിരവധി വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗുരുവിൻ്റെ കൃതി ഇന്നും അതിൻ്റെ ആഴത്തിലുള്ള ചെപ്പുകൾ തുറക്കപ്പെടാതെ തന്നെ കിടക്കുകയാണ്. അത് പഠിക്കുക, അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അറിവ് മാത്രമായിട്ട് ജീവിക്കുക എന്നാണ് അർത്ഥം. അവബോധത്തിൻ്റെ ആഴത്തിൽ വേറ്റുമയില്ലാതെ, വേറിട്ട ഭാവമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുക, ഭിന്നഭാവങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുക. അതുതന്നെയാണ് അതിൻ്റെ ആന്തരിക സൗന്ദര്യവും. ആ സൗന്ദര്യം ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുന്നത് ദീർഘകാലത്തെ തപോനിഷ്ഠമായിട്ടുള്ള ജീവിതത്തിലൂടെ മാത്രമാണ്. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാളണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. ഇത് നമുക്ക് ഭാഷകളിലേക്ക് സന്നിവേശിപ്പിക്കാനോ പകരാനോ കഴിയാത്ത ഒരു ആന്തരികാനുഭൂതിയുടെ ആവിഷ്കാരമാണ്. അകത്ത് സ്വയമേ പ്രകാശിക്കുന്ന ഒരു ദിവ്യ ജ്യോതിസിനെ ഗുരു എത്ര മനോഹരമായിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അനുഭവിയാതറിവീല അഖണ്ഡമാം ചിത്ഖനമിത്
മൗനഖനാമൃതാധിയാകും. ഇത്തരത്തിലുള്ള മനോഹരമായ കാവ്യങ്ങൾ, ആ കവിതയെ നമുക്ക് എത്ര മനനം ചെയ്താലും ആ മനനത്തിൻ്റെ ആഴത്തിൽ നമ്മൾ നിലയില്ലാത്ത ഒരു കയത്തിലേക്ക് വീഴുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരിക്കും. കാരണം അത്രയും വിസ്തൃതമായിട്ടുള്ള, അതിവിസ്തൃതമായിട്ടുള്ള ഒരു അനുഭൂതിയുടെ തലങ്ങളാണ് ഗുരു അതിലൂടെ വിപാടനം ചെയ്യുന്നത്. ഇപ്പം നടരാജ ഗുരു ആദ്യം ഈ ആത്മോപദേശ ശതകത്തെ തന്നെയാണ് വ്യാഖ്യാനത്തിനെടുത്തിട്ടുള്ളത്. അതിനുശേഷം നടരാജ ഗുരുവിൻ്റെ ജീവിതാന്ത്യത്തിലായിരുന്നു ദർശനമാലയുടെ വ്യാഖ്യാനം എഴുതിയത്. ദർശനമാലയുടെ വ്യാഖ്യാനം ഒരർത്ഥത്തിൽ ഒരു ജീവിതത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള തപസ്സിൻ്റെ ആവിഷ്കാരമായിരുന്നു. അത് 3 വാള്യത്തിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത്തരം വ്യാഖ്യാനങ്ങളുടെ ഒക്കെ ദൗത്യം നിർവഹിക്കാനായിട്ടാണ് നടരാജ ഗുരുവിൻ്റെ ജീവിതം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നാരായണ ഗുരു എന്തിനു വേണ്ടിയാണോ നടരാജ ഗുരുവിനെ നിയോഗിച്ചത്, ആ നിയോഗത്തിൻ്റെ പൂർത്തീകരണമായിട്ട് നടരാജ ഗുരു ജീവിച്ച് ആ ഒരു പരമ്പരയാണ് നാരായണ ഗുരുകുലം എന്ന് പറയുന്നത്. ആ പരമ്പരയിൽ പിന്നീട് വന്ന ഗുരു നിത്യചൈതന്യയതിയും കേരളത്തിലെ എല്ലാ ജനതയ്ക്കും ഇണങ്ങുന്ന വിധത്തിൽ, മതഭേദമില്ലാത്ത വിധത്തിൽ തന്നെ എല്ലാ മതസ്ഥർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്വൈത ദർശനത്തെ പങ്കുവെക്കുന്നതിൽ നിസ്തുലമായിട്ടുള്ളൊരു സ്ഥാനം ഗുരു നിത്യചൈതന്യയതി അലങ്കരിക്കുന്നുണ്ട്. ഇന്നും നമ്മളുടെ പൊതുസമൂഹം നാരായണ ഗുരുദേവനെ മനസ്സിലാക്കുന്നത് ഗുരു നിത്യചൈതന്യയതിയുടെ വളരെ ഓതൻറ്റിക്കായിട്ടുള്ള, പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടുമാണ്. ഗുരുവിൻ്റെ ഒരു പ്രത്യേക സിദ്ധി എന്തെന്ന് ചോദിച്ചാൽ, ഗുരു നിത്യചൈതന്യയതിയുടെ ഒരു സിദ്ധി വളരെ ലളിതവും സാഹിത്യ ഭംഗിയുള്ളതുമായിട്ടുള്ളൊരു ഭാഷ ഗുരു നിത്യചൈതന്യയതിക്കുണ്ടായിരുന്നു. ഗുരു നിത്യചൈതന്യയതി മൂലൂർ കുടുംബത്തിൽ ആയിട്ട് ബന്ധമുള്ളതാണ്. നാരായണ ഗുരുദേവൻ്റെ കാലഘട്ടത്തിൽ ആ കുടുംബം, പ്രത്യേകിച്ചും ഗുരു നിത്യചൈതന്യയുടെ അച്ഛന് വലിയ ഭക്തിയായിരുന്നു നാരായണ ഗുരുദേവനിൽ. അപ്പോൾ അങ്ങനെ ആ ഭക്തിയുള്ള കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സന്താനം ഗുരുപരമ്പരയുടെ സന്യാസിയായിട്ട് മാറുകയും ഗുരുദേവൻ്റെ മുഴുവൻ കൃതികളും, അതും പാശ്ചാത്യ ലോകത്തും പൗരസ്ത്യ ലോകത്തും എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുക, പ്രകാശിപ്പിക്കുക എന്ന ദൗത്യമായിരുന്നു നിർവഹിച്ചിരുന്നത്. അപ്പോൾ അത്രയും വിശാലമായ ഒരു പഠനം നമുക്ക് ഗുരുവിനെ സംബന്ധിച്ച് ആവശ്യമുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവരെല്ലാവരും വിദ്യാസമ്പന്നരായിരുന്നു. നടരാജ ഗുരുവും നിത്യചൈതന്യയതിയും. ഗുരു നിത്യചൈതന്യയതി കൊല്ലം SN കോളേജിൽ പ്രൊഫസറായിരുന്നു. മനഃശാസ്ത്രത്തിൻ്റെയും തത്വചിന്തയുടെയും പ്രൊഫസറായിരുന്നു. അതേപോലെ തന്നെ ചെന്നൈയിലെ വിവേകാനന്ദ കോളേജിലെ തത്വചിന്തയുടെ പ്രൊഫസറായിരുന്നു. അത്തരം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആ ഗുരുക്കന്മാർ അവരുടെ ജീവിതത്തിലെ ലൗകിക വ്യവഹാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നാരായണ ഗുരുദേവൻ്റെ ഈ കൃതികളിൽ അന്തർലീനമായിരിക്കുന്ന ജീവിത സൗന്ദര്യത്തെ ആസ്വദിച്ച് ലോകത്തിനെല്ലാം അത് ലഭിക്കണമെന്നുള്ള അഭിവാഞ്ചയോട് കൂടിയിട്ട് നിരന്തരമായിട്ട് പ്രയത്നിക്കുകയും ഗുരു നിത്യചൈതന്യതി തന്നെ മലയാളത്തിലും ആംഗലേയത്തിലുമായിട്ട് 150ഓളം കൃതികൾ എഴുതിയിട്ടുണ്ട്. ഇത്രയും മാത്രം ഗുരുദേവനെക്കുറിച്ച് പഠിക്കാനുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കും. നമ്മളിന്നും ഗുരുദേവ കൃതികളുടെ പഠനത്തിൻ്റെ എലുകകളിൽ മാത്രം എത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഓരത്ത് എത്തി നിൽക്കുന്ന ബാലന്മാരും ബാലികമാരുമാണ്. ഗുരു അഗാധമായ അതിവിപുലമായ ഒരു സാഗരമാണ്. ആ സാഗരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നിമജ്ജനം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുകയാണെങ്കിൽ ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം, വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന് ഗുരു ദൈവദശകത്തിൽ നമുക്ക് വേണ്ടി നമ്മളുടെ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക്, ഗുരുവാകുന്ന ആഴത്തിലേക്ക് നമ്മൾക്ക് നിമജ്ജിതരായിട്ട്
മുങ്ങുവാനായിട്ട് ഉള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഗുരുദേവ കൃതികളുടെ പഠനം, അതിൻ്റെ മനനം, അതിൻ്റെ ധ്യാനം, ഇത് ജീവിതത്തിൻ്റെ വഴിത്താരയാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. ഈ ലോകത്ത് നിങ്ങൾ എല്ലായിടത്തും പൊയ്ക്കോളൂ. ഈ ലോകത്ത് മഹാജ്ഞാനികളുണ്ടായിട്ടുണ്ട്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ സോക്രട്ടീസിനെ പോലെയും പ്ലേറ്റോയിനെ പോലെയും അരിസ്റ്റോട്ടലിനെ പോലെയുമുള്ള മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. അതിലും മുൻപും ധാരാളം തത്വചിന്തകർ ഗ്രീസിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം 2500 വർഷങ്ങൾക്ക് മുൻപ് തന്നെയാണ് ശ്രീബുദ്ധനും വർദ്ധമാന മഹാവീരനും ഒക്കെ ഇന്ത്യയുടെ മണ്ണിൽ മഹത്തായിട്ടുള്ള ജീവിത ദർശനത്തെ, കാരുണ്യത്തിൻ്റെ ദർശനത്തെ, ആർദ്രമായ നനവുള്ള ജീവിതഗന്ധിയായിട്ടുള്ള ദർശനത്തെ, നിർവ്വാണത്തിൻ്റെ ദർശനത്തെ ബുദ്ധൻ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെല്ലായിടത്തുള്ള ചൈനയിലെയും ശ്രീലങ്കയിലെയും ഒക്കെ മനുഷ്യർ ആ ബുദ്ധമതത്തിൻ്റെ പങ്കാളികളായി, അനുയായികളായിട്ട് പരിണമിച്ചു. എന്തുകൊണ്ടാണ് ചില മഹാത്മാക്കൾ ഒരു കാലഘട്ടത്തെ തന്നെ നിയന്ത്രിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കാലഘട്ടത്തിൽ ഗുരുവില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ മനസ്സൊക്കെ ജീവിതത്തിൻ്റെ ഊഷരഭൂമിയായിട്ട് മാറിയേനെ. കാരണം ഇന്ന് നമുക്ക് ജീവിതത്തിൽ നനവും ആർദ്രതയും കരുണയുമൊക്കെ അല്പമുണ്ടെങ്കിൽ അത് ഗുരു ഇച്ഛിച്ചു തന്ന ആ കാരുണ്യത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗുരുദേവ കൃതികളിൽ 2 കൃതികൾ വളരെ പ്രാധാന്യത്തോടെ എഴുതിയിട്ടുണ്ട്. 3 കൃതികൾ എഴുതിയിട്ടുണ്ടെന്ന് പറയാം. അനുകമ്പാദശകം, ജീവകാരുണ്യ പഞ്ചകം, അഹിംസ. ഈ 3 കൃതികളും നമ്മൾ ഏത് തത്വചിന്ത പഠിക്കുമ്പോഴും അതിനോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. കാരണം അനുകമ്പാദശകം തുടങ്ങുമ്പോൾ തന്നെ ഗുരു നമ്മളോട് പറയുന്നു, ജീവിതത്തിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങളും വലിയ വലിയ ചിന്തകളുമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ ചെറുതിനെ മറന്നുകൊണ്ട് വലുതിലേക്ക് നമ്മൾ പോകരുതെന്നാണ്. എന്തെന്നാൽ ഒരു ഉദാഹരണം, വളരെ ചെറിയ ഒരു ഉദാഹരണം ഗുരു നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഒരു ചെറിയ ഉറുമ്പ്. ആ ഉറുമ്പ് എത്ര അവഗണനയിലാണ് നമ്മളുടെ മുന്നിലൂടെ നടന്നു പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്ന പോലില്ല ഉറുമ്പിനെ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ഒരു ഉറുമ്പിനെ, ആ ഉറുമ്പിൻ്റെ ചലനത്തെ, ആ ഉറുമ്പിനെയൊക്കെ ഗുരു ഏകാന്തത്തിൽ ഇരിക്കുന്ന സമയത്ത്, ഗുഹകളിൽ തപസ്സനുഷ്ഠിക്കുന്ന സമയത്ത് ഏറെ നേരം നിരീക്ഷിച്ചിരിക്കാം. ആ ഉറുമ്പിനോട് ഗുരുവിനുണ്ടായ അളവറ്റ കാരുണ്യം, ആ കാരുണ്യമൊക്കെ ആയിരിക്കാം. അനുകമ്പാദശകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം തന്നെ ഗുരു എഴുതുമ്പോൾ, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. ഒരു പ്രാർത്ഥനയാണ് ശരിക്കും അത്. നമ്മളെന്നും രാവിലെ എണീറ്റാൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണത്. മനുഷ്യ ജീവിതത്തിൽ എന്ന് ഹിംസ കലശലായിട്ട് വരുന്നുവോ അന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പതനം ആരംഭിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഹിംസ എന്ന് നിർമൂലമായിട്ട് തീരുന്നുവോ, വേരറ്റ് പോകുന്നുവോ അന്ന് ആ മനുഷ്യൻ ജീവിതത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് വളരുകയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശ്രീനാരായണ ധർമ്മത്തിൽ, പഞ്ചധർമ്മത്തിൽ ആദ്യം അഹിംസയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അഹിംസയെക്കുറിച്ച് പറയുന്നത് പരമമായ ധർമ്മം എന്നാണ്. അഹിംസ പരമമായ ധർമ്മം. പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൽ വെച്ച് ഏറ്റവും സുപ്രീമായിരിക്കുന്നത് അഹിംസയാണ്. ഈ അഹിംസയെ പഠിപ്പിക്കാനാണ് ലോകത്തിലെ മഹാത്മാക്കൾ മുഴുവൻ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ഭൂമിയിൽ ഹിംസ വളരെ കലശലായിട്ട് തീരുന്നു. ജീവിതത്തിൽ ഹിംസ വരുന്നത് എപ്പോഴാണ്? നമുക്ക് സ്വാർത്ഥതയും സങ്കുചിതത്വവും വളരെ ശക്തമായിട്ട് തീരും. എൻ്റെ സുഖം മാത്രം മതി എന്ന് നമ്മൾ തീവ്രമായിട്ട് അഭിലഷിക്കുമ്പോൾ, എൻ്റെ സുഖത്തെ സംരക്ഷിക്കാനായിട്ട്, നിലനിർത്താനായിട്ടാണ് എനിക്ക് ഹിംസ ചെയ്യേണ്ടി വരുന്നത്. പരന് പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു
എന്ന ആത്മോപദേശ ശതകത്തിൽ ഗുരു ഓർമ്മിപ്പിക്കുന്നുണ്ട് മനുഷ്യനെ എന്ന് പറഞ്ഞ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും എവിടെയൊക്കെ ഹിംസയുണ്ടോ ആ ഹിംസ നമുക്ക് കാലക്രമത്തിൽ ചെയ്യുന്ന സമയത്തല്ലെങ്കിലും പിന്നീടായാലും നമുക്ക് കൊടിയ ദുഃഖമുണ്ടാക്കും, ഭീകരമായ ദുഃഖമുണ്ടാക്കും മനുഷ്യൻ്റെ വേദനകളും യാതനകളും ഒക്കെ എന്നോ നമ്മൾ ചെയ്ത ഹിംസയുടെ അനന്തരഫലങ്ങളായിട്ടായിരിക്കാം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് ഗുരുവിൻ്റെ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഹിംസയെ ലഘൂകരിക്കാനുള്ളൊരു തീരുമാനം നമ്മൾ കൊണ്ടുവരുന്നുവോ അന്ന് നമ്മൾ ഗുരുദേവനിലേക്ക് അടുക്കുന്ന, ഗുരുദേവൻ്റെ ആ അഗാധതയിലേക്ക്, സാഗര സമാനമായ അഗാധതയിലേക്ക് വീഴുന്ന ഒരു വ്യക്തിത്വമായിട്ട്, ഒരു ഭക്തിയുടെ വ്യക്തിത്വമായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ഒരേ സമയം ഹിംസയും ഒരേ സമയം ഗുരുഭക്തനുമായിരിക്കുക എന്ന് പറയുന്നത് വലിയ വൈരുദ്ധ്യമാണത്, അതൊരു കോൺട്രഡിക്ഷനാണത്. അത്തരം കോൺട്രഡിക്ഷനുകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമുണ്ട്. നമ്മൾ ഹിംസാലുവായിരിക്കുകയും ഗുരുഭക്തനായിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആ വൈരുദ്ധ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും ഒരു ഹിംസാലുവായിരിക്കാനും അതേസമയം ഗുരുഭക്തനായിരിക്കുവാനും നമുക്ക് കഴിയുകയില്ല. ഒരു ഗുരുഭക്തൻ അഹിംസയുടെ പൂർണ്ണരൂപമായിരിക്കും. അതുകൊണ്ട് അഹിംസയായിരുന്നു ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ പങ്കുവെക്കൽ എന്ന് പറയുന്നത്. അഹിംസ പരമോധർമ്മ, അഹിംസയാണ് പരമമായിട്ടുള്ള ധർമ്മം. ആ പരമമായിട്ടുള്ള ധർമ്മം ഗുരുദേവ കൃതികളിൽ ഉടനീളം കാണാം. അനുകമ്പാദശകത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര. ദൈവത്തിന് ഇത്രയും മനോഹരമായൊരു നാമം കരുണാകര, കരുണയുടെ ആകരം, ആ കരുണയുടെ ഇരിപ്പിടമായിരിക്കുന്ന ആ കരുണാകരൻ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മൾ പല വ്യക്തികളുടെയും പേരുകളുമായിട്ട് നമ്മുടെ ബോധം അതിനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ കരുണാകര എന്ന നാമം കൊണ്ട് ദൈവത്തിനെ വിളിക്കുമ്പോൾ ആ കരുണ എന്നിൽ നിന്ന് അന്യമായിരിക്കാൻ പാടില്ല. കാരണം ഗുരു നമ്മളെ പഠിപ്പിച്ച ദൈവം നമ്മിൽ നിന്ന് അന്യമായിരിക്കുന്ന ഒരു ദിവ്യ ചൈതന്യമല്ല, നമ്മിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന നാം തന്നെ ആയിരിക്കുന്ന ആ ദിവ്യ ചൈതന്യത്തെ കരുണാകര എന്ന് വിളിക്കുമ്പോൾ ആ കരുണാകരൻ ഞാൻ തന്നെയാണ്. ഓരോരുത്തരും ആ കരുണയുടെ ആകരമായിട്ട് പരിവർത്തിക്കപ്പെടേണ്ടതാണ്. അത്തരം പരിവർത്തനത്തിൻ്റെ നാന്ദിയായിട്ട് പ്രാർത്ഥനകളാണ് ആദ്യം രൂപം കൊള്ളുന്നത്. ആ പ്രാർത്ഥനയാണ് ഗുരു അനുകമ്പാദശകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അനുകമ്പാദശകം അനുകമ്പാദശകം 10 ശ്ലോകവും അവസാനം ഒരു ഫലശ്രുതിയും ചേർത്തിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൽ 5 ശ്ലോകങ്ങൾ വരെ വളരെ ദാർശനികവും പ്രബോധനാത്മകവുമായിട്ടുള്ള തത്വങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അരുൾ അൻപ് അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണ് ഇത് ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിയിടുക ഈ നവാക്ഷരി. എത്ര വലിയ മന്ത്രം! ലോകത്തിൽ എത്രയോ മന്ത്രങ്ങളുണ്ട്. വേദങ്ങളിൽ തന്നെ നിരവധി മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളിലൊക്കെ ബീജാക്ഷരങ്ങളുണ്ട്. എന്നാൽ പച്ച മലയാളത്തിൽ ഗുരു ഒരു മന്ത്രം നമുക്ക് തന്നിരിക്കുന്നു. അരുളുള്ളവനാണു ജീവി. എല്ലാ ജീവികളിലും അരുളുണ്ട്. അരുൾ എന്ന വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അരുളെന്നതിന് കാരുണ്യം എന്നർത്ഥമുണ്ട്, അറിവെന്നർത്ഥമുണ്ട്, ചൈതന്യം എന്നർത്ഥമുണ്ട്. അരുൾ എന്നത് അനുഗ്രഹം എന്നർത്ഥമുണ്ട്. നിരവധി അർത്ഥങ്ങളുള്ള ഒരു തമിഴ് പദമാണ് ഈ അരുൾ എന്ന് പറയുന്നത്. അരുളുള്ളവനാണു ജീവി. എല്ലാ ജീവികൾക്കും അരുളുണ്ട്. എല്ലാ ജീവികളിലും അരുളിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ജീവികളിലും സ്നേഹമുണ്ട് എന്ന് പറയുന്നത്. എത്ര ക്രൂരമായൊരു ജീവിക്കും സ്നേഹമുണ്ട്. നിങ്ങൾക്ക് അറിയാം,
കാട്ടിലെ ഏറ്റവും ഹിംസ്രമൃഗമായിട്ടുള്ള കടുവയ്ക്കും സിംഹത്തിനുമൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ട്. ലോകത്തിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഹിറ്റ്ലർക്ക് അദ്ദേഹം നിരവധി ജൂതന്മാരെ ഗ്യാസ് ചേമ്പറുകളിലിട്ട് ചുട്ടുകൊന്ന ഏറ്റവും ഹിംസാത്മകമായിട്ടുള്ള ബോധത്തിൻ്റെ ഉടമയായിട്ടുള്ള ആ ഹിറ്റ്ലറിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയുടെ പേര് ഇവാ ബ്രൗൺ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം എത്ര ക്രൂരനാണെങ്കിലും നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു ഉറവ ചിലരോടെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് ഉദിക്കാറുണ്ട്. എന്നാൽ ഗുരു പറയുന്നു, ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഒരു ചിമിഴിലേക്ക് ചുരുങ്ങിപ്പോകുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വ വിരുദ്ധമായിട്ട് പെരുമാറാൻ തുടങ്ങുന്നത്. ഈ സ്നേഹത്തെ തന്നെ വിസ്തൃതമാക്കുമ്പോൾ ആ സ്നേഹം തന്നെയാണ് ദിവ്യസ്നേഹമായിട്ട് മാറുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്ത് മുഴുവനും ക്രിസ്തുവിൻ്റെ കുരിശാരോഹണത്തിൻ്റെ ആ സ്മരണ ഉണർത്തുന്ന ദിവസമാണ്. ദുഃഖവെള്ളിയാഴ്ചയാണ്. ആ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഗുഡ് ഫ്രൈഡേ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് മലയാളത്തിൽ അതിന് ദുഃഖവെള്ളിയാഴ്ച എന്ന് തർജ്ജമ ചെയ്തു? മലയാളത്തിൽ അത് ദുഃഖമായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഭക്തന്മാരുടെ ഇടയിൽ, ക്രിസ്തുവിൻ്റെ ഭക്തന്മാരുടെ ഇടയിൽ അത് ദുഃഖത്തിൻ്റെ ദിനമായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ക്രിസ്തുവിൻ്റെ ദർശനമറിയാകുന്ന പാശ്ചാത്യരതിനെ ഗുഡ് ഫ്രൈഡേ എന്നാണ് വിളിച്ചത്. ലോകത്തിൽ ക്രിസ്തു കുരിശിലേറുന്നു, അതൊരു പീഡാനുഭവമാണ് എന്ന് സാധാരണക്കാരുടെ വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോഴാണ്. പക്ഷേ കുരിശിലേറുന്ന ക്രിസ്തു എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ വലിയ ഒരു തുറസ്സിലേക്ക് നമ്മളെ കടത്തിവിടുന്ന ജീവിത വീക്ഷണത്തിൻ്റെ ഒരു നാന്ദിയാണ്. എന്ന് നമ്മളുടെ ജീവിതത്തിലും നമുക്ക് വേദനകളെ, യാതനകളെ, ദുഃഖങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നുവോ, അതിനെ അതിജീവിക്കാൻ കഴിയുന്നുവോ, അന്നും നമ്മളും ജീവിതത്തിൻ്റെ ഒരു തുറസ്സിലേക്ക് അനായാസം പ്രവേശിക്കുന്നതായിരിക്കും. നമ്മൾ എപ്പോഴാണോ അതിനെതിരെ റെസിസ്റ്റ് ചെയ്യുന്നത്, ചെറുക്കുന്നത്, അതിനെ എതിർക്കുന്നത്, അപ്പോഴൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ വൈതരണികളിൽപ്പെട്ട് നട്ടം തിരിയുന്ന മനുഷ്യരായിട്ട് മാറുന്നു. ഒരർത്ഥത്തിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ ഈ ദിവ്യസ്മരണ ഉണർത്തുന്ന ദിവസമാണ്. ഇന്ന് കാഞ്ഞിരമറ്റത്ത് നിന്ന് ഇങ്ങോട്ട് കാറിൽ വരുമ്പോൾ പലയിടങ്ങളിലും ആളുകൾ വരിവരിയായിട്ട് ആ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നടന്നു നീങ്ങുന്നത് കാണാനിടയായി. എല്ലായിടത്തും മഹാത്മാക്കളെ ഓർമ്മിക്കുകയും മഹാത്മാക്കളെ മനസ്സിൽ കൊണ്ടു നടക്കുകയും മഹാത്മാക്കളുടെ വചനങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ഒരു തലമുറ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ലോകത്ത് ആത്യന്തികമായിട്ട് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത്. സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരർത്ഥത്തിലൊരു സംസ്കരണമാണ്, ഒരു റിഫൈൻമെൻ്റാണ്. പ്രാകൃത മനുഷ്യനെ, ബാർബേറിയനായിരുന്ന പ്രാകൃതനായിരുന്നൊരു മനുഷ്യനെ അവൻ്റെ ചിത്തത്തിൽ ഹിംസാത്മകമായിട്ടുള്ള ക്രൗര്യം മുറ്റി നിന്നിരുന്ന മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തിട്ട് സംസ്കരിച്ചെടുത്തിട്ടാണ് മനുഷ്യനെ ഈ ലോകത്ത് സമാധാനത്തോടെ ഒരിടത്തിരിക്കാനായിട്ട് പ്രാപ്തരാക്കിയിട്ടുള്ളത്. അതിനൊക്കെ ഈ മഹാത്മാക്കൾ ചെയ്തിട്ടുള്ളത് വലിയ ദൗത്യമാണ്, ചരിത്രപരമായ ദൗത്യമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. നാരായണ ഗുരുദേവൻ കേരളത്തിൽ ആ ദൗത്യം നിർവഹിച്ചിട്ട് 100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. കാരണം മനുഷ്യനെ സംസ്കരിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ബോധത്തെയാണ് ആദ്യം വളർത്തിയെടുക്കേണ്ടത്. നമുക്കറിയാം, നമ്മളൊക്കെ എത്ര പ്രാകൃതമായിട്ടുള്ള ബോധമുള്ള മനുഷ്യരായിരുന്നു ഒരു കാലത്ത്. ഈ ജനത, കേരളത്തിലെ ജനത പ്രാകൃതമായ ബോധത്തിൻ്റെ അടിമകളായിരുന്നു എന്നതിൻ്റെ നിദർശനമായിട്ടാണ് ഇവിടെ ഉച്ചനീചത്വങ്ങളുടേതായിട്ടുള്ള വേറ്റുമയുടെ, ഡിസ്ക്രിമിനേഷൻ്റെ, ആ വെറുപ്പിൻ്റെയൊക്കെ ഇന്നും നമുക്കറിയാം പല മനുഷ്യ മനസ്സിലും അതിൻ്റെ അടിയൊഴുക്കുകളുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടിയും ചീറ്റിയും ഒക്കെ പുറത്തു വരുന്നത് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും ആ പ്രാകൃതമായിട്ടുള്ള പ്രാക്തന ബോധം തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നും കറുപ്പ് കാണുമ്പോഴൊക്കെ ചിലർക്ക് വലിയ പ്രയാസം. കറുപ്പ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആട്ടിയകറ്റാനുള്ളതാണ്.
കറുപ്പിനെ ആട്ടി അകറ്റുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഈ പ്രാക്തന ബോധത്തിൽ തങ്ങി നിൽക്കുന്നത്. അത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കടത്തിവിട്ടിട്ടുള്ള ആ പ്രാകൃതമായ ബോധമാണത്. ആത്യന്തികമായിട്ട് ആ ബോധത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് അവിടെ സമത്വത്തിൻ്റെ, സാമ്യതയുടെ, നന്മയുടെ ഒരു ബോധമാണ് ശ്രീനാരായണ ഗുരു മനുഷ്യ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് കൊണ്ടുവരുന്ന എഡ്യൂക്കേഷണൽ പ്രോസസ്സ്, അതിനെയാണ് എഡ്യൂക്കേഷണൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതാണ് നടരാജ ഗുരു പാശ്ചാത്യ നാട്ടിൽ പോയിട്ട്, ഫ്രാൻസിൽ പോയിട്ട് വലിയൊരു തീസീസായിട്ട് എഴുതിയിട്ട് ലോകത്തിനെ മുഴുവനും എഡ്യൂക്കേറ്റ് ചെയ്യിക്കണം. KP അപ്പൻ പറഞ്ഞതുപോലെ മനുഷ്യ മനസ്സിനെ ചികിത്സിച്ച ഒരു വൈദ്യനായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന്. ഇന്നും ആ ചികിത്സ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയാണോ മനുഷ്യ മനസ്സ് ആ പ്രാക്തനമായിട്ടുള്ള വിവേചനത്തിൻ്റെ ബോധങ്ങൾ ഛർദ്ദിക്കുന്നത്, അപ്പോഴൊക്കെ ഗുരു ഒരു ചികിത്സകനായിട്ട് മറ്റുള്ളവരിലൂടെ പ്രതികരണങ്ങളായിട്ട് മാറുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ ഒരു ബോധം വേണമല്ലോ, സമത്വത്തിൻ്റെ ഒരു ബോധം വേണമല്ലോ, നീതിയുടെ ഒരു ബോധം വേണമല്ലോ. അതൊരു വെളിച്ചമാണ്. ഈ വെളിച്ചം പിടിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഗുരുവിനെ പഠിക്കുന്നത്. ഈ വെളിച്ചം എപ്പോഴൊക്കെയാണോ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് അപ്പോഴൊക്കെ ഉയർത്തിപ്പിടിക്കണം. അത് നമ്മളുടെ ജീവിതത്തിലും വേണം. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഗുരു ഒരർത്ഥത്തിൽ എത്തിക്സിനെ കുറിച്ചിട്ട്, ധാർമ്മികതയെക്കുറിച്ചിട്ട്, നീതിയെക്കുറിച്ച്, നൈതികതയെക്കുറിച്ചൊക്കെ ഇത്രമാത്രം ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അസാധാരണമായിട്ടുള്ള ദർശനങ്ങൾ ചമച്ച് തന്നിട്ടുണ്ട് ഗുരു. നമുക്കറിയാം, പ്രിയം അപരൻ്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം, അതിനാലെ നരന് നന്മ നൽകും ക്രിയ, അപരപ്രിയ ഹേതുവായി വരേണം. പ്രിയം അപരൻ്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. ഈ നയം എന്ന വാക്ക് നീതിയെ കുറിക്കുന്ന ശബ്ദമാണ്. നയം എന്ന് പറയുന്നത് പോളിസി എന്ന അർത്ഥത്തിലല്ലത്. നയത്തിന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത പോളിസി എന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നയം എന്നത് നീതി എന്ന അർത്ഥമാണ്. എന്താണ് നീതി? എനിക്ക് പ്രിയമായത് വേറെ ഒരുവനും പ്രിയമായിട്ട് വരണം, വേറെ ഒരുവൻ്റെ പ്രിയം എൻ്റെയും പ്രിയമായിട്ട് വരണം. അങ്ങനെ പ്രിയങ്ങളെ സാമഞ്ജസ്യപ്പെടുത്തുന്ന, സമരസപ്പെടുത്തുന്ന ഒരു രസതന്ത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അനുകമ്പയ്ക്ക് ബഹുവിധമായ മാനങ്ങളുണ്ട്. അനുകമ്പയുടെ മൂർത്തിയായിരുന്നു, എംബോഡിമെൻ്റ് ഓഫ് കമ്പാഷൻ. അനുകമ്പയുടെ ഒരു ശരീരമായിരുന്നു ഗുരു. ഗുരുവിൻ്റെ അനുകമ്പ അത് ജീവജാലങ്ങളോടും മനുഷ്യരോടും ഒരേപോലെ തന്നെ കരുതിക്കൊണ്ടുള്ള ഒരു അനുകമ്പയായിരുന്നത്. ഗുരുവിൻ്റെ ബാല്യം മുതൽ കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമൊക്കെ ഈ അനുകമ്പയുടെ പല വിധത്തിലുള്ള പ്രകാശനങ്ങൾ നമ്മൾ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല ഗുരുദേവനുമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ നിന്നും സന്യാസ ശിഷ്യന്മാരിൽ നിന്നൊക്കെ നമുക്ക് കേട്ടറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഗുരു വാരണപ്പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു പട്ടിയോട് ഗുരുവിന് തോന്നിയ വലിയ ഒരു സ്നേഹത്തെക്കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ദുർബലനായ ഒരു പട്ടി, വളരെ ദുർബലനായിരുന്നത്. അവിടെ തന്നെ വലിയ ഒരു നായ ഉണ്ടായിരുന്നു, ശക്തനായ ഒരു നായ. അവിടെ കൊടുക്കുന്ന ഭക്ഷണം മുഴുവനും ഈ ശക്തനായിട്ടുള്ള നായ വന്ന് കഴിച്ച് ഈ ദുർബലനായ പട്ടിയെ കടിച്ച് ഓടിക്കും. ഗുരുദേവന് ഈ അവഗണിക്കപ്പെട്ട പട്ടിയോട് വലിയ അനുകമ്പ തോന്നിയിട്ട്
ഗുരു കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കുറേ ഭാഗം മാറ്റിവെച്ചിട്ട് ഈ പട്ടിക്ക്, ആ വലിയ പട്ടി കാണാത്തിടത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കും ഭക്ഷണം. അത് ഒരു കരുതലിൻ്റെ, അവഗണിക്കപ്പെട്ടവനോടുള്ള കരുതലിൻ്റെ ഒരു അന്നമായിട്ട് നമുക്ക് കരുതാം. സമൂഹത്തിൽ പിന്നീട് ഗുരു ചെയ്തിട്ടുള്ളത്, എവിടെയൊക്കെയാണോ അവഗണനകൾ വരുന്നത് അവിടെയൊക്കെ പരിഗണനയുടെ അന്നം ഗുരു എത്തിക്കുമായിരുന്നു. ഇവിടെ അന്നം എന്നത് പറഞ്ഞത് വേറെയും മാനങ്ങളുള്ളൊരു ശബ്ദമാണ്. ഇന്ന് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് എല്ലാവർക്കും തുല്യ പരിഗണനയാണ് ആവശ്യം. ആ തുല്യ പരിഗണനയാണ് സമത്വത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഭാഷ എന്ന് പറയുന്നത്. അവഗണിക്കപ്പെട്ട ഒരു പട്ടിയോട് ഗുരു കാണിച്ചിരുന്നത്, അതും പഠനകാലത്ത് തന്നെ, മരുത്വമലയിലെ തപസ്സിൽ നിന്നും പിന്നീട് കണ്ടെത്തിയിട്ടുള്ള ഈശ്വരൻ്റെ വെളിച്ചത്തിൽ മുമ്പ് തന്നെ ഗുരുവിന് ആ വെളിച്ചകത്തുണ്ടായിരുന്നു. കരുണയുടെ ഒരു വെളിച്ചം. അതുതന്നെയായിരുന്നല്ലോ കുഞ്ഞായിരുന്നപ്പോൾ ഒരു സന്യാസി ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ മറ്റു കുട്ടികളെല്ലാം സന്യാസിയെ കല്ലെടുത്ത് എറിഞ്ഞ് ഉപദ്രവിച്ചപ്പോൾ ഗുരുവിന് നിസ്സഹായത കൊണ്ട് എന്തെന്ന് അറിയാൻ കഴിയാതെ വാവിട്ട് നിലവിളിക്കുകയും ആ നിലവിളി കേട്ടിട്ട് മറ്റുള്ള കുറുമ്പന്മാരായ കുസൃതികളായിട്ടുള്ള കുട്ടികൾ ഓടിപ്പോവുകയും, അപ്പോൾ ആ സന്യാസി വന്ന് ഈ കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്മയോടും അച്ഛനോടും പറഞ്ഞു, ഇവൻ അനുഗ്രഹീതനായ കുട്ടിയാണ്. കാരണം വേദനിക്കുന്നവൻ്റെ ദുഃഖം എന്തെന്ന് കുഞ്ഞിലെ തിരിച്ചറിഞ്ഞ ഒരു കുട്ടി. നമ്മൾ ഒരു മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ലോകത്തിൽ വേദനിക്കുമ്പോൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരറിവ് എന്ന് പറയുന്നത്. നമ്മൾ വേദനിക്കുമ്പോൾ നമുക്ക് അറിയാം ഞാൻ വേദനിക്കുന്നുവെന്ന്. എന്നാൽ വേറൊരുവന് വേദനിക്കുമ്പോൾ നമ്മൾ അറിയുന്നതാണ് അറിവിലെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്. ഒരു ജീവി വേദനിക്കുമ്പോൾ ആ ജീവിയുടെ വേദന എൻ്റെ വേദനയായിട്ട് തീരുന്നത് വലിയൊരു അറിവാണ്. ആത്മോപദേശ ശതകത്തിൽ അറിവിലുമേറിയ അറിവായിട്ട് അതിനെ പറയും. സാധാരണ അറിവല്ലത്, വ്യവഹാര ഭാഷയിൽ നമ്മൾ പറയുന്ന അറിവല്ലത്. അത് എന്നിലും നിങ്ങളിലും ഇരിക്കുന്ന ഒരേ ആത്മാവിൻ്റെ ആ സ്പന്ദം ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതാണ് ആത്മോപദേശ ശതകത്തിൽ മുഴുവനും ഗുരു പറയുന്നത്. ആ വലിയ ബോധം നമുക്കുണ്ടാകണം. വേദനിക്കുന്നവൻ്റെ ഉള്ളം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പിടയ്ക്കണം. അത്രയും നിരീക്ഷണം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഗുരു ജീവികൾക്ക് വേണ്ടിയും പ്രതിനിധാനം ചെയ്തത്. ഏതെങ്കിലും ഒരു തത്വചിന്തകനോ മഹാത്മാവോ ലോകത്തിൽ ജീവികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടില്ല. നമ്മൾ ഈ പ്രഭാഷണം തുടങ്ങിയപ്പോൾ ഒരു ഉറുമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ ഒരു ഉറുമ്പിൻ്റെ അവകാശത്തെ ഗുരു നമ്മളെ അടിച്ചേൽപ്പിക്കുകയല്ലായിരുന്നത്. ആ ഉറുമ്പിൻ്റെ അവകാശത്തെയും ജീവിക്കാനുള്ള ആ അവകാശത്തെയും ഗുരു പ്രബോധനാത്മകമായ രീതിയിൽ കരുണയോടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അരുളുള്ളവനാണ് ജീവി എന്നുരുവിട്ടിയിടുക ഈ നവാക്ഷരി. ഈ നവാക്ഷരി മന്ത്രം നമ്മളുടെ ഉള്ളിൽ വേണം എപ്പോഴും. ഒരു ജീവിയെ വേദനിക്കുമ്പോൾ, കൊല്ലുമ്പോൾ, തിന്നുമ്പോൾ ഒക്കെ ഓർക്കണം നമ്മൾ. കാരണം ഒരു ജീവിയും സ്വയം കൊല്ലപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊരിക്കലും വേദനിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഹിംസയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരുവിനെ ഹിംസിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
പക്ഷെ ഹിംസ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറല്ല. വേറൊരാൾ വേറൊരാളാൽ ഹിംസിക്കപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വേറൊരുവനെ ഹിംസിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത് അജ്ഞാനത്തിൻ്റെ വലിയൊരു ലക്ഷണമാണ്. ജ്ഞാനത്തിൻ്റെ ലക്ഷണം ഗുരു പറയുന്നതാണ്, നിങ്ങളോട് വേറൊരുവൻ എന്ത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ അത് നിങ്ങൾ വേറൊരുവനോടും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഒന്നാമത് ഗുരു പറഞ്ഞിട്ടുള്ളതൊക്കെ സാധാരണ ബോധത്തിന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്, സാധാരണ ബോധത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം, അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഞാൻ എൻ്റെ സുഖം ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ വേറൊരുവൻ്റെ സുഖത്തിനും കൂടി വരണം. അതിനെന്ത് വേണം? ആത്മബോധമുണ്ടാകണം. ഈ ആത്മാ എന്ന് പറയുന്നത് എന്നിലും നിങ്ങളിലും ഉറുമ്പിലും ഒരേ ചൈതന്യം തന്നെ ആത്മാവായിട്ട് വർത്തിക്കുന്നു. അല്ലാതെ എൻ്റെ ആത്മാവ്, നിങ്ങളുടെ ആത്മാവ്, ഓരോരുത്തരുടെ ആത്മാവ് എന്നുള്ള ആത്മവ്യതിരിക്തതകൾ ഇല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണകളാണ് നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്നത്. എൻ്റെ ആത്മാവ് എന്ന് പറയുന്നൊരാത്മാവില്ല. എൻ്റെയും നിങ്ങളുടെയും ഇറുമ്പിൻ്റെയും ആത്മാവ് ഒന്ന് തന്നെ. ആത്മാവ് ഒന്നേയുള്ളൂ, അനേകമില്ല. ഈ ആത്മബോധമാണ് ഏകത്വബോധത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത്. ഏകാത്മബോധം എന്ന് പറയും. ഈ ഏകാത്മബോധം നമ്മുടെ ഉള്ളിൽ വളരുന്നത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്. അത്തരം മഹാത്മ്യത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് ഗുരു ജീവിച്ച് കാണിച്ചു തരികയായിരുന്നു. അപ്പോൾ ഉറുമ്പിനും ഒരു അവകാശമുണ്ടല്ലോ ജീവിക്കാനായിട്ട്. ആ ഉറുമ്പിനോട് കൊടുക്കുന്ന പരിഗണന, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് ജീവകാരുണ്യ പഞ്ചകത്തിൽ നമ്മളോട് ഓരോരുത്തരോടും ആയിട്ട് ഒരു വലിയ സ്ലഡ്ജ് ഹാമറിൻ്റെ ആഘാതം പോലെ ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്ത്? കൊല്ലായിലവൻ ഗുണമുള്ള പുമാൻ. ഒരു നല്ല മനുഷ്യൻ ആരാണ്? കൊല്ലായിലവൻ ഗുണമുള്ള പുമാൻ, അല്ലായിൽ മൃഗത്തോട് തുല്യനവൻ. ഒരിക്കലും ഗുരു ഇത്രയും ശക്തമായ ഭാഷ ഒരിടത്ത് ഉപയോഗിക്കാറില്ല. മൃഗത്തോട് തുല്യനവൻ. ഞാൻ പറയുന്നു, മൃഗങ്ങൾ പോലും അവരുടെ അന്നത്തിന് വേണ്ടിയേ കൊല്ലാറുള്ളൂ. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ വിനോദത്തിനും അവൻ്റെ ക്രൗര്യത്തിനും ഒക്കെ കൊലകൾ ചെയ്യുകയാണ്, മനുഷ്യനെയും മറ്റ് ജീവികളെയൊക്കെ. കൊല്ലായിലവൻ ഗുണമുള്ള പുമാൻ. ആരാണ് നല്ല മനുഷ്യൻ എന്നുള്ളതാണ് ഗുരുവിൻ്റെ അന്വേഷണമായിരുന്നത്. ആരാണ് നല്ല മനുഷ്യൻ? എന്താണ് നന്മ എന്ന് പറയുന്നത്? നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നന്മ കണ്ടെത്തണം. എല്ലാവരിലും നന്മ കണ്ടെത്തണം. നന്മയിലാണ് ജീവിതത്തിൻ്റെ ആധാരമിരിക്കുന്നത്. സബ്സ്ട്രേറ്റം ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നന്മയാണ്. നന്മയാണ് ദൈവം. പ്ലേറ്റോയും പറഞ്ഞിട്ടുള്ളത് നന്മയാണ് ദൈവമെന്നാണ്. ദൈവത്തിന് എത്രയും നല്ല ഒരു വിശേഷണം, നന്മയാണ് ദൈവം. വെർച്യൂസ് ഗോഡ്. ആ നന്മ എന്താണ്? അത് ഒരു ഹിംസ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ്. കൊല്ലായിലവൻ ഗുണമുള്ള പുമാൻ, അല്ല ആയിൽ മൃഗത്തോട് തുല്യനവൻ. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാ വക നന്മയുമാർന്നിടിലും. ഒരു ജീവിയെ കൊന്നു തിന്നുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്ക് രുചികരമായ പലതും, ആ രുചി വേറെ ഒരു ജീവിയുടെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ നിഷേധമാണ്. നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും നമ്മൾ ഒരു ജീവിയുടെ മാംസം തിന്നുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. എത്ര പ്രാകൃതമാണ് നമ്മൾ! ഗുരുദേവ ദർശനത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. ഗുരുദേവൻ നിരവധി അരുതുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അരുതുകൾക്കൊക്കെ അപ്പുറത്ത്
ഏറ്റവും ആഴത്തിൽ ഒരു സമൂഹത്തിൻ്റെ നന്മയെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു മൂല്യമാണ് അഹിംസ എന്ന് പറയുന്നത്. ആ അഹിംസയിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമിരിക്കുന്നത്. ആ അഹിംസയിലാണ് മുഹമ്മദിൻ്റെ സാഹോദര്യം ഇരിക്കുന്നത്. ഇവിടെ സർവ്വമതങ്ങളുടെ സമഭാവനയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനൊക്കെ കേവലം സാമൂഹികമായ അർത്ഥം മാത്രമല്ല, വ്യാവഹാരികമായ അർത്ഥം മാത്രമല്ല, ഗുരുദേവൻ എല്ലാറ്റിനും അധ്യാത്മമായ ഒരു അടിത്തറ അതിൻ്റെ പിന്നിൽ പണിത് ഉയർത്തിയിട്ടുണ്ട്. ആ അധ്യാത്മബോധത്തെ വിസ്മരിച്ചുകൊണ്ട് നമുക്കൊരു ജീവിതത്തിൻ്റെ സൗധം കെട്ടിപ്പടുക്കാൻ കഴിയുകയില്ല. അപ്പം നമ്മൾ എന്തെല്ലാം നിർമ്മിക്കുമ്പോഴും ഏതൊരു മൂല്യവ്യവസ്ഥയെ സ്ഥാപിക്കുമ്പോഴും അതിൽ വേദനകൾ, നോവുകൾ വരാത്ത വിധത്തിലുള്ള ഒരു അടിത്തറ ഉണ്ടായിരിക്കണം. അതിന് മാനവരാശിയെ മുഴുവനും ഏകോപിപ്പിക്കുന്ന ആ സൗഭ്രാത്രത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, അനുകമ്പയുടെ അടിത്തറ ഈ അധ്യാത്മബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അത് ആത്മോപദേശ ശതകം നമുക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത്. അറിവിനെ വിട്ട് അധ ഞാനുമില്ല, എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം. അറിവിനെ വിട്ട് അധ ഞാനുമില്ല, എന്നെ പിരിയുകിലില്ല അറിവും. എന്നെ പിരിഞ്ഞിട്ട് അറിവും, അറിവിനെ പിരിഞ്ഞ് ഞാനും, അറിവും ഞാനും ഒന്ന് തന്നെ എന്നുള്ള അവബോധമാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ നൽകുന്ന സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് ഗദ്യപ്രാർത്ഥനയിൽ വളരെ മലയാളക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. നാം ശരീരമല്ല അറിവാകുന്നു എന്ന്. നാം ശരീരമല്ല അറിവാകുന്നു. നിങ്ങൾ രാവിലെ എണീറ്റാൽ ഒരു 108 പ്രാവശ്യം പറയേണ്ട മന്ത്രമാണത്. ഐ ആം നോട്ട് ദ ബോഡി, ഐ ആം നോളജ്. അറിവാണ്. അറിവെന്ന് പറഞ്ഞാൽ ബോധം. ആ ബോധമാണ് നാം എന്നറിയണം. ആ ബോധത്തിനാണ് ജീവികളുടെ നോവിനെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. നമ്മുടെ ബുദ്ധിപരമായ അറിവല്ലത്. പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് എംപതി ഉണ്ടാകണമെന്നില്ല. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ വേദന നിങ്ങൾക്കറിയണമെന്നില്ല. പുസ്തകങ്ങൾ നമുക്ക് തരുന്നത് റിലേറ്റീവ് നോളജാണ്, സാപേക്ഷ ജ്ഞാനമാണ്. എന്നാൽ അറിവ് എന്ന് പറയുന്നത് നിരപേക്ഷമാണ്. ദർശനമാലയിൽ ജ്ഞാനദർശനം എന്നൊരു കൃതിയിൽ അറിവിനെ രണ്ടായിട്ട് പിരിച്ചു വെച്ചിട്ടാണ് ഗുരു പറയുന്നത്. ഒന്ന് ലൗകിക ഭാഷയിൽ നമ്മൾ പറയുന്ന അറിവ്, അതിനെ സോപാധികം റിലേറ്റീവ് നോളജ് എന്നാണ് പറയുക. വേറൊന്ന് നിരുപാധികമായിട്ടുള്ള അറിവ്. ആ നിരുപാധികമായിട്ടുള്ള അറിവ് ആണ് കാരുണ്യത്തിൻ്റെ അറിവ്. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ബോധവികാസമുള്ളൊരു ജീവിയായിട്ട് മാറേണ്ടത് എന്ന് ഗുരുദേവൻ്റെ സവിധത്തിൽ വന്നിട്ടുള്ള ഗൃഹസ്ഥ ശിഷ്യന്മാരും സന്യാസ ശിഷ്യന്മാരും പഠിച്ചു. അതാണ് ഇന്ന് നമുക്ക് നൽകിയിട്ടുള്ള ഈ സംസ്കാരം. ഒരിടത്ത് വന്നിരുന്ന് ശ്രദ്ധയോടെ ഗുരുവചനങ്ങളെ ശ്രവിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ വികസിതമായി വന്നിരിക്കുന്നു. യദാത്മവിദ്യാസങ്കോച തദവിദ്യാഭയങ്കരം. എവിടെയാണോ ആത്മവിദ്യ സങ്കോചിച്ചിരിക്കുന്നത് അവിടെ അവിദ്യ ഭയങ്കരമായിരിക്കുന്നു എന്ന് ഗുരുവചനങ്ങളിൽ ദർശനമാലയിൽ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ്. എവിടെ ആത്മവിദ്യ സങ്കോചിച്ചിരിക്കുന്നുവോ, ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ അറിവിനെ വികസിപ്പിക്കുന്ന അറിവാണ് ആത്മവിദ്യ. അത് കുറഞ്ഞിരിക്കുക, സങ്കോചിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങിയിരിക്കുക. ആ ചുരുങ്ങിയിരിക്കുന്നിടത്താണ് നമുക്ക് ഭയങ്കരമായ അറിവ്. ഭയങ്കരം എന്ന വാക്കിന് സാധാരണക്കാർ പറയുന്ന അർത്ഥമല്ല ഗുരു പറയുന്നത്. ഭയങ്കരം എന്നതിന് ഭയം കരോതി ഇതി ഭയങ്കരഃ എന്നാണ്. ഭയം ഉണ്ടാക്കുന്നത് എന്തോ അതാണ് ഭയങ്കരം. അപ്പോൾ മനുഷ്യൻ സംബന്ധിച്ചിടത്തോളം വലിയ ഭയമുണ്ട് നമുക്ക് ജീവിക്കാനായിട്ട്. നമ്മളെക്കുറിച്ചുള്ള ഭയങ്ങൾ നിരവധിയാണ്. നമുക്ക് നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉള്ളൊരു ജീവി മനുഷ്യനാണ്. എല്ലാ ജീവികൾക്കും ജീവിക്കാൻ അറിയാമെങ്കിലും ഇത്രയും ഉത്കണ്ഠാകുലനായിട്ട് നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നത് മനുഷ്യനാണ്. എന്നാൽ നാളെയുടെ നാശത്തിനായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതും ഈ മനുഷ്യനാണ്. ഈ ലോകത്ത് മനുഷ്യൻ്റെ നിലനിൽപ്പ് വളരെ സന്നിഗ്ധാവസ്ഥയിലാണ്. എന്തെന്നാൽ
മനുഷ്യൻ തന്നെ ഒരു ക്രൂരമൃഗമാണ്. നമുക്കറിയാം, ഇന്ന് ഇസ്രായേലിലും ഫലസ്തീനിലെ ഹമാസ് ഭരണകൂടവും തമ്മിലുള്ള ആ കലഹം അത് തീവ്രമായ ഹിംസയിലേക്ക് പരിണമിക്കുകയും ഇപ്പോൾ തടുക്കാനാകാത്ത വിധത്തിലുള്ള ക്രൗര്യത്തിൻ്റെ യുദ്ധമായിട്ട് മാറുകയും ചെയ്യുന്നു. അവിടെ പകയുണ്ടായി വരുന്നു, വിരോധമുണ്ടായി വരുന്നു, ശത്രുത ഉണ്ടായി വരുന്നു. ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിലെ വെളിച്ചം നഷ്ടപ്പെടുന്നതിൻ്റെ സൂചനയാണ്. വെളിച്ചം നഷ്ടപ്പെടുന്നിടത്ത് അവൻ ആത്മവിദ്യയിൽ സങ്കുചിതനായിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഗുരുവിൻ്റെ അതിമഹത്തായിട്ടുള്ള ഈ ഭൂമുഖത്തെ ജീവികൾക്കെല്ലാം, മനുഷ്യനടക്കമുള്ള ജീവികൾക്കെല്ലാം തുല്യമായിട്ട് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ സാധ്യതകളെ നിലനിർത്തുന്ന അറിവ്, ഈ അറിവ് പലസ്തീനിന് അതുപോലെ ഇസ്രായേലിലെയും ജനങ്ങളുടെ ഇടയിൽ കൊളുത്തുവാൻ കഴിയുന്ന ഒരു ഗുരുവിൻ്റെ ശിഷ്യ പരമ്പര തന്നെ ഉണ്ടായി വരണം. ഉക്രൈനിലും റഷ്യയിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾക്ക് സാധ്യതകളുള്ള നിരവധി പ്രവിശ്യകൾ ഈ ഭൂമിയിലുണ്ട്. നമ്മളെല്ലാവരും മനസ്സിൽ കലുഷിതമായിട്ട് ജീവിക്കുന്നവരാണ്. എവിടെ നിന്നൊക്കെ നമുക്ക് ക്രോധം വരുന്നുണ്ട്, വിരോധങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നമ്മളുടെ അകത്ത് ചിലപ്പോഴൊക്കെ പകയും ഈർഷ്യയും വിരോധവും ഒക്കെ വന്നുകൊണ്ട് നമ്മൾക്ക് സഹോദര മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. നമ്മൾ ഒരർത്ഥത്തിൽ നമ്മളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കണം. പല ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും ആഘാതമേറ്റവർ ഇന്ന് തിരിച്ചടിക്കാൻ തയ്യാറായിട്ട് നിലനിൽക്കുകയാണ്. അടിയും തിരിച്ചടിയും ചരിത്രത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ലോകത്ത് മനുഷ്യൻ ആദ്യം സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് അവൻ്റെ ചരിത്രബോധത്തിൽ നിന്നാണ്. ചരിത്രബോധം മനുഷ്യനെ സംസ്കരിക്കാൻ സഹായിക്കുന്നില്ലെങ്കിൽ ആ ചരിത്രബോധം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. പണ്ട് എന്നെ ഒരിക്കൽ ഒരാൾ അധിക്ഷേപിച്ചു എന്നതിൻ്റെ പുറത്ത് ഇന്നും നമ്മൾ അധിക്ഷേപം തുടരുകയാണെങ്കിൽ ഈ ലോകത്ത് എന്ന് സമാധാനമുണ്ടാകും? ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. ചരിത്രത്തിൽ നമ്മളെ മുറിവേൽപ്പിച്ച മനുഷ്യരാണിവർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ആ മനുഷ്യനെ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ എന്ന് ഇതിനൊരു പരിഹാരമുണ്ടാകും എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് ഗുരു നമ്മളോട് പഠിപ്പിക്കുന്നു. ഉള്ളഴിഞ്ഞ കാരുണ്യം നമുക്ക് വേണം. മനുഷ്യനെ സ്നേഹിക്കണം. നമ്മൾ പഴയ കാലത്തിൻ്റെ പക തീർക്കാനായിട്ട് ജീവിതത്തെ ഉപയോഗിക്കരുത്. പൊരുതു ജയിപ്പതസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുവീല. ഒരു അഭിപ്രായങ്ങളും ഒരു വാദഗതികളും ഒരു മതവും പൊരുതിക്കൊണ്ട് ജയിച്ചതായിട്ട് ഈ ലോകത്തിലില്ല. ആരും ജയിക്കാൻ പോകുന്നില്ല ഈ ലോകത്ത്. ജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ഭൂമികയിലാണ് അത് നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. സംഘടനത്തിൻ്റെയും പൊരുതലിൻ്റെയും ലോകത്ത് നമുക്ക് ഒരു സ്നേഹത്തിൻ്റെ, സാമഞ്ജസ്യത്തിൻ്റെ ഒരു സൗധം, മാനവികതയുടെ ഒരു സൗധം നമുക്ക് പണിയാൻ കഴിയുകയില്ല. എല്ലാ മനുഷ്യരും ഒന്നാണ്. മനുഷ്യരുടെ ഏകതയാണ് ഗുരു ആദ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിഹി. മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് പറയുമ്പോൾ അതിനിടയിൽ മനുഷ്യനെ വിഭജിക്കുന്ന എല്ലാ ജാതീയതകളും അപ്രസക്തമായിട്ട് തീരണം. അതിൻ്റെ പ്രസക്തികൾക്ക് വരും കാലങ്ങളിൽ എല്ലാ തരത്തിലും അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരേണ്ടതുണ്ട്. മനുഷ്യനെ വിഭജിക്കുന്നതെന്തോ അതൊന്നും ഉത്തമമായതല്ല, അധമമായതാണെന്ന് തിരിച്ചറിയണം. മനുഷ്യനെ ചേർക്കുന്നതെന്താണോ അതാണ് ഉത്തമമായിട്ടുള്ളത്. ഒരിക്കലൊരു സൂഫി ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു ശിഷ്യൻ വന്ന് ആ സൂഫി ഗുരുവിന് ഒരു സ്വർണ്ണ കത്രിക സമ്മാനമായിട്ട് കൊടുത്ത കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സൂഫി ഗുരുക്കന്മാരെല്ലാവരും അവരുടെ പെരുമാറ്റം ഒരു പ്രത്യേക തരത്തിലാണ്. അവർ ശിഷ്യന്മാരെ ഓരോ നിമിഷത്തിലും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഈ സ്വർണ്ണ കത്രിക കിട്ടിയപ്പോൾ ഉടനടി ആ ഗുരു ആ ശിഷ്യനോട് ചോദിച്ചു, ഇതെന്തിനു കൊള്ളാമെന്ന്. ഇത് എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച കത്രിക കിട്ടിയപ്പോൾ. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇത് തുണികൾ മുറിക്കാൻ കൊള്ളാം ഗുരു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്ന് മുറിച്ച് കാണിക്കാൻ പറഞ്ഞു. ഒരു നല്ല തുണിയെടുത്ത് ആ ശിഷ്യൻ ആ കത്രിക കൊണ്ട് മുറിച്ചു. ഗുരു രോഷാകുലനായി.
പെട്ടെന്ന് ആ സൂഫി ഗുരു രോഷാകുലനായിട്ട് ശിഷ്യനോട് പറയുകയാണ്, ഒന്നായി ഇരുന്ന് ഈ തുണി കഷ്ണത്തെ മുറിച്ചിടാനാണോ ഈ ഉപകരണം ഉപയോഗിക്കുന്നത്? ഇത് എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചു. മുറിക്കാൻ കഴിയുന്ന ഉപകരണമല്ലേ ഇത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ശിഷ്യനെ ശകാരിച്ചു. എന്നിട്ട് ആ ഗുരു വേറൊരു ശിഷ്യനോട് പറഞ്ഞു, ഒരു സൂചിയും നൂലും എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ആ ശിഷ്യൻ പോയി ഒരു സൂചിയും നൂലും എടുത്തു കൊണ്ടുവന്നു. ആ ശിഷ്യനോട് പറഞ്ഞു, ഈ മുറിച്ചിട്ട തുണികളൊക്കെ തുന്നിച്ചേർക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ശിഷ്യൻ അത് തുന്നിച്ചേർത്തു. പഴയതുപോലെ ഒന്നാക്കി തീർത്തു അത് തുന്നിച്ചേർത്തിട്ട്. അപ്പോൾ ആ ഗുരു രണ്ട് ശിഷ്യന്മാരെയും മുന്നിൽ നിർത്തിക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഇതാണ്, നിങ്ങൾ ജീവിതത്തിൽ ഒരു കത്രികയാകരുത്, ഒരു സൂചിയാകണമെന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ധർമ്മം സൂചിയുടേതാണ്. കൂട്ടിച്ചേർക്കലുകളാണ് നമുക്ക് ആവശ്യം, ഭിന്നിപ്പിക്കലുകളല്ല. ഭിന്നിപ്പിക്കാൻ എളുപ്പമാണ്, മുറിച്ചിടാൻ എളുപ്പമാണ്, പക്ഷേ നമുക്ക് ചേർക്കാൻ വളരെ പ്രയാസമാണ്. മനുഷ്യ മനസ്സ് പെട്ടെന്ന് മുറിവേൽക്കുന്നതാണ്. മനുഷ്യ മനസ്സിനെ മുറിക്കുന്ന കത്രികകളാകരുത് നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും ചിന്തയും സൂക്ഷ്മതയോടെ ഉപയോഗിക്കണമെന്ന് ഗുരു പല സന്ദർഭങ്ങളിലും ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് അത്രമാത്രം അവധാനതയുണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മൾക്കറിയുകയില്ല, ചിന്തിക്കുന്നത് എന്താണെന്ന് നമുക്കറിയുകയില്ല, ചെയ്യുന്നത് അശേഷം അറിയില്ല. നമ്മുടെ കർമ്മങ്ങളിലൊക്കെ ഒരു ഇമ്പൾസീവ് ആക്ഷനാണ്. ഇമ്പൾസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ പിന്നിൽ നിന്ന് തള്ളുന്നത് പോലെ നമ്മൾ ഓരോ കർമ്മങ്ങളിലേക്ക് ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വരും വരായികളെക്കുറിച്ചും നമ്മൾ ആലോചിക്കുന്നില്ല. ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഗുരു പറഞ്ഞു തന്ന അറിവുകളെല്ലാം വെച്ചുകൊണ്ട് ഈ ലോകത്ത് സമന്വയത്തിൻ്റെ സംഗീതം ജീവിതത്തിൽ കണ്ടെത്താനായി ഒരു സൂചിയുടെ ധർമ്മമാണ് ഗുരു നമുക്ക് നൽകിയിട്ടുള്ളത്. മനുഷ്യനെ ഒന്നിപ്പിക്കുകയാണ് നമ്മുടെ ധർമ്മം. ജാതിയും മതവുമെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാണ്. എന്നാൽ മനുഷ്യനെ ചേർക്കുന്ന ഒരു ബോധം, ദൈവത്തിൻ്റെ ബോധം, ദൈവത്തിൻ്റെ വെളിവ്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലുണ്ട്. ആ സ്നേഹത്തെ ഉപയോഗിക്കുക. ഇന്ന് ക്രിസ്തുവിനെ ഓർക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ മതവിദ്വേഷങ്ങളൊന്നും വരുതരുത്. ഈ ലോകത്ത് മതവിദ്വേഷങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. അതാണ് ഗുരുദേവൻ പ്രധാനമായിട്ട് പഠിപ്പിച്ച ഒരു കരുണ എന്ന് പറയുന്നത്. മതത്തെ വെറുക്കാതിരിക്കുക. മതങ്ങളിലുള്ളവരെല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് മതത്തെ വെറുക്കുമ്പോൾ മനുഷ്യരെ വെറുത്തു പോകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മതം, നിങ്ങളുടെ മതം എന്നുള്ള വിഭാഗീയതകളും ഷണ്ഠകളും പെരുകി വരാൻ സാധ്യതയുണ്ട്. ഒരു മതം അന്യന് നിന്ദ്യം, ഒന്നിലോതും കരു അപരൻ്റെ കണക്കിനൂനമാകും, ധരയിൽ ഇതിൻ്റെ രഹസ്യമൊന്നു താനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. എത്ര മനോഹരമാണിതെല്ലതും. ഇതൊക്കെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള അമൂല്യമായ രത്നങ്ങളാണ്. നമ്മളെപ്പോഴും ഒരു മതത്തെ നിന്ദിക്കുകയും വേറൊരു മതത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. അതിൽ എൻ്റെ മതം ശ്രേഷ്ഠം, അപരൻ്റെ മതം നിന്ദ്യം എന്ന് നമ്മുടെ മനസ്സിൽ പണ്ടുമുതലേ രൂപപ്പെട്ടിട്ടുള്ളതാണ്. അത്തരം രൂപപ്പെട്ടിട്ടുള്ള വിഭാഗീയതകളും പിളർപ്പുകളുമൊക്കെ ചേർക്കാനുള്ള സൂചി നമ്മുടെ കൈവശമുണ്ട്. ആ സൂചി അറിവാണ്, അവബോധമാണ്. അതുകൊണ്ടാണ് അറിവ് കൊണ്ട് സ്വതന്ത്രനാകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഗുരു പറഞ്ഞ വാക്യങ്ങളിൽ വളരെ മഹനീയമാണ്. എന്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും? അറിവ് കൊണ്ട് സ്വാതന്ത്ര്യം ലഭിക്കും. ഈ അറിവ് എവിടെ ഇരിക്കുന്നു? എന്നിലും നിങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട്, മറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. നമ്മളുടെ ചിന്തകളുടെ ഒക്കെ അടിത്തട്ടിൽ ഈ ബോധം, ഈ വിലമതിയാതെ വിളക്ക്, അങ്ങനെയാണ് ഗുരുവിൻ്റെ കാവ്യകൽപ്പന. ഈ വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻപൊലികയുമില്ല, ഇത് കണ്ടുപോയിടേണം. ഇത് ഉപദേശമാണ്. ഇത് കണ്ടുപോയിടേണം. ഓരോരുത്തരോടുമായിട്ട് പറയുകയാണ് ഗുരു. നമ്മളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ശരിക്കും ആർക്കും അറിഞ്ഞുകൂടാ. ഇത് കണ്ടുപോയിടേണം. അകമേ ഇരുന്ന് പ്രകാശിക്കുന്ന ഒരു വെളിച്ചം. ആ വെളിച്ചം കാണാതെ നമ്മൾ ഇരുട്ടിൽ തപ്പിത്തടയുന്നതാണ് നമ്മുടെ ദുര്യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു നമ്മളെ ഉണർത്തുന്നത് അകത്തിരിക്കുന്ന വെളിച്ചത്തെ കൺപാർത്തുകൊണ്ട് ഈ ലോകം മുഴുവൻ വെളിച്ചത്തിൻ്റെ ലോകമാണെന്ന് കാണാനുള്ള പ്രസാദാത്മകമായ ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് നിർമ്മിക്കുന്നതിലാണ്. ഇത് മാനവരാശിയിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഏകലോക മാനവികത സംജാതമാകാനായിട്ട് വേറെ ഈ അറിവ് മാത്രം മതിയാകും. നടരാജഗുരു ശ്രമിച്ചിട്ടുള്ളത് അതായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ദർശനത്തിൻ്റെ അവബോധത്തിൻ്റെ വെളിച്ചത്തിൽ
ഗുരു ഏകലോക മാനവികതയെ, നടരാജഗുരു ഏകലോക മാനവികതയെ, എല്ലാ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ബോധ്യമാണത്. ബോധം എന്നതിനേക്കാളും അതൊരു കൺവിക്ഷനാണത്, അതൊരു ബോധ്യമാണത്. നമുക്കത് ദൃഢപ്പെടണം മനസ്സിലേക്ക്. അപ്പോഴാണ് നമുക്ക് സഹോദര മനുഷ്യനെ ചേർത്ത് പിടിക്കാനായിട്ട് കഴിയുള്ളൂ. മതത്തെക്കുറിച്ചുള്ള ചർച്ച CV കുഞ്ഞിരാമനുമായിട്ട് നടക്കുന്ന സമയത്ത് ഗുരു പറയുന്നുണ്ട്, ചില ആളുകൾ വെറുതെ തർക്കിക്കുകയാണ് മതത്തിൻ്റെ കാര്യത്തിൽ നിന്ന്. ആ തർക്കം പോകുന്നത് ഗുരു പറയുകയാണ്, ഒരു കൂട്ടർ പറയുന്നു ക്രിസ്തുവിൻ്റെ കാരുണ്യമാണ് മഹത്തരം എന്ന്, വേറൊരു കൂട്ടർ പറയുന്നു മുഹമ്മദിൻ്റെ സാഹോദര്യമാണ് ഏറ്റവും ശ്രേഷ്ഠം, അതിനേക്കാൾ ശ്രേഷ്ഠം. വാസ്തവത്തിൽ എന്ത് അസംബന്ധമാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങളെന്ന് ഗുരു പറയുകയാണ്. സ്നേഹത്തെ ഉപേക്ഷിച്ച് സാഹോദര്യത്തിനോ, സാഹോദര്യത്തെ ഉപേക്ഷിച്ച് സ്നേഹത്തിനോ ഇവിടെ നിലനിൽക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഏതാണ് ശ്രേഷ്ഠം, സാഹോദര്യമാണോ സ്നേഹമാണോ ശ്രേഷ്ഠം എന്ന് തർക്കിക്കുന്നതിനെ വെറും തർക്കം എന്നല്ലാതെ അതിന് എന്തെങ്കിലും മൂല്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ നമ്മളിലേക്കുണ്ടാകണം. ഏതാണ് ശ്രേഷ്ഠം? അറിവാണോ, അനുകമ്പയാണോ, സാഹോദര്യമാണോ, നന്മയാണോ? ഏതാണ് ശ്രേഷ്ഠം എന്ന് തർക്കിക്കുന്നതിനേക്കാളും വലിയ അസംബന്ധമൊന്നുമില്ല. നന്മയ്ക്ക് നിലനിൽക്കണമെങ്കിൽ സ്നേഹം വേണം, സ്നേഹത്തിന് നിലനിൽക്കണമെങ്കിൽ അറിവ് വേണം, അറിവിന് നിലനിൽക്കണമെങ്കിൽ കാരുണ്യം വേണം, അനുകമ്പ വേണം. ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ വാക്കുകളുടെ പേരിൽ ശണ്ഠ കൂടാനായിട്ട് ശ്രമിക്കുകയില്ല. മനുഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നത് വ്യവഹാരത്തിനാണ്. അതൊരു ട്രാൻസാക്ഷണൽ ഇൻ്ററാക്ഷന് വേണ്ടിയിട്ടാണ്. അത് വ്യവഹാരത്തിൻ്റെ സൗകര്യാർത്ഥമാണ്. ആ ഭാഷയിൽ നിങ്ങൾ കലഹങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. മനുഷ്യർ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ എത്രയെത്ര ഭാഷകളുണ്ട്. മലയാളത്തിൽ തന്നെ പുതിയ പദങ്ങൾ നിരന്തരം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒരർത്ഥത്തിൽ ഇന്ന് മനുഷ്യ മനസ്സ് ഭാഷയുടെ, വാക്കുകളുടെ ഒക്കെ ഒരു കുത്തൊഴുക്കിൽ പെട്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാണ് ഭാഷ? മനുഷ്യന് ഭാഷയില്ലാത്ത മൃഗങ്ങൾ മനുഷ്യനേക്കാൾ നന്നായി ആശയവിനിമയം ചെയ്യുമ്പോൾ നമ്മൾക്കെന്തിന് ഭാഷ? മൃഗങ്ങൾക്ക് നല്ലവണ്ണം ആശയവിനിമയം ചെയ്യാൻ കഴിയും നമ്മളെക്കാളും. ഒരു വാക്കുപയോഗിക്കാതെ, ഒരു ഡിക്ഷണറി ഉപയോഗിക്കാതെ, ഒരു ഗ്രാമർ ഉപയോഗിക്കാതെ, വൊക്കാബുലറി ഇല്ലാതെ അവർക്ക് ആശയവിനിമയം ചെയ്യാൻ കഴിയുന്നു. രണ്ട് കമിതാക്കൾക്കിടയിലുള്ള മൗനത്തിൽ ആയിരം ഗ്രന്ഥങ്ങളുടെ വിനിമയങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കലഹിക്കാനാണ് ഭാഷകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് കലഹിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വ്യവഹാര ഭാഷ മുഴുവനും ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഗുരുവും ശിഷ്യനും ഇടയിലുള്ള ഭാഷയുടെ ഏറ്റവും ഉയർന്ന നില എന്തെന്ന് ചോദിച്ചാൽ മൗനമാണ്. നടരാജ ഗുരു നാരായണ ഗുരുദേവൻ്റെ സവിധത്തിൽ ചെന്നാൽ മൗനമായിട്ടിരിക്കുകയാണ് പതിവ്. ഗുരുദേവനും മൗനമായിട്ടാണ് ഇരിക്കുക. ആ മൗനത്തിൽ അവർക്കിടയിലുള്ള അജ്ഞാനത്തിൻ്റെ അന്തരാളങ്ങൾ നികത്തപ്പെടും. നാരായണ ഗുരുദേവനിൽ മൗനരൂപത്തിൽ ജ്ഞാനം ശിഷ്യനായിട്ടുള്ള നടരാജ ഗുരുവിലേക്ക് ഇങ്ങനെ അതൊരു സാന്ത്വനമായിട്ട്, അതൊരു തണുപ്പായിട്ട്, അതൊരു നനവായിട്ട് വന്ന് ഇറങ്ങി ആ ശിഷ്യഹൃദയത്തിൽ ഒരു ഹീലിംഗ് നടത്തുന്നുണ്ട്. ഒരു ഗുരുവിൻ്റെ അടുത്തിരിക്കുമ്പോൾ ശിഷ്യൻ്റെ മനസ്സ് ഹീൽഡ് ആകുന്നുണ്ട്, ഉണക്കപ്പെടുന്നുണ്ട്. മുറിവുണക്കുന്നത് പോലെയുള്ള ഒരു സാന്നിധ്യമാണ് ഗുരു എന്ന് പറയുന്നത്. നമ്മൾ വേദനിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഗുരുവിനെ സങ്കല്പിച്ച് നിങ്ങളുടെ വേദന ഉണക്കപ്പെടുന്നത് ആ ഗുരുവിൻ്റെ സ്മൃതി തന്നെയാണ്, ഗുരുവിൻ്റെ ബോധമാണ്, ഗുരുവിൻ്റെ സാമീപ്യമാണ്, ഗുരുവിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് എവിടെയൊക്കെ വേദനിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഉണക്കുന്ന ഒരു മുറിവിൻ്റെ മരുന്നായിട്ട് ഗുരു വരുന്നുണ്ട്. ആ മരുന്ന് ശരിക്കും നമ്മൾ നിത്യജീവിതത്തിലേക്ക് സാംശീകരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബജീവിതം പോലും സൗഭഗമായിട്ട് തീരും. രണ്ടു പേർക്കിടയിലുള്ള വിനിമയങ്ങളിൽ ശാന്തിയും സൗന്ദര്യവും ഒക്കെ അതിലേക്ക് വളരാൻ തുടങ്ങും.
ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്കുള്ള അന്തരാളങ്ങൾ നികത്തപ്പെടും. നിങ്ങൾ മൗനത്തെ ഉപയോഗിക്കൂ പല സന്ദർഭങ്ങളിലും എന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. നിങ്ങൾ സംസാരിക്കാതിരിക്കുവിൻ, മിണ്ടാതിരിക്കുവിൻ, കുറച്ചു നേരം മൗനത്തിലിരിക്കുവിൻ. മനുഷ്യൻ സംസാരിക്കുമ്പോഴാണ് കലഹങ്ങൾ ഉണ്ടാകുന്നത്. സംസാരിക്കാതിരിക്കുമ്പോൾ അവർക്ക് സൗന്ദര്യമുണ്ടാകുന്നു, ശാന്തി ഉണ്ടാകുന്നു. ഇത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്ന അറിവ് അത് ഒരു ഗുരു നമുക്ക് പങ്കുവെച്ച് തന്നിട്ടും നമ്മൾ ഇന്നും ഗുരുവിനെ പഠിക്കാത്ത, ഗുരുവിനെ മനസ്സിലാക്കാത്തൊരു ജനതയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സിഖ് മതം ഈ ഭാരതത്തിൽ വളരെ പ്രചാരമുള്ളൊരു മതമാണ് സിഖ് മതം. ആ സിഖ് മതത്തിൻ്റെ ആ ഗുരുദ്വാരയിൽ പോയിട്ട് കഴിഞ്ഞാൽ അവരൊരു ഗ്രന്ഥമാണ് അവർ ആരാധിക്കുന്നത്. ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയും. അത് അവരുടെ ഗുരുവിൻ്റെ വചനം മുഴുവനും അതിൽ എഴുതി വച്ചിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ. അത് വായിക്കുന്നതും പഠിക്കുന്നതുമാണ് അവരുടെ ആരാധന എന്ന് പറയുന്നത്. അവർ പാടുകയാണത് സംഗീതം പോലെ. ഒരു ഗുരുവിൻ്റെ വചനം സംഗീതാത്മകമായിട്ട് ആലപിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് അവരുടെ ആരാധന, അവർ വർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഗുരുവിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങൾ ആലപിക്കുകയും അർത്ഥവിചാരം ചെയ്യുകയും ചെയ്യുന്ന എത്ര ആളുകളൊന്നുണ്ട് ഈ കേരളത്തിലുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര, വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള വാട്സപ്പ്, ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം, യൂട്യൂബൊക്കെ വന്നതിന് ശേഷം കുറേ ആളുകൾക്ക് ചില കൃതികളൊക്കെ പാരായണം ചെയ്യാൻ അറിയാം. അപ്പോഴും ഒരു കൃതി ചൊല്ലുമ്പോൾ അതിൽ 100 തെറ്റെങ്കിലും വരുത്തുവർ. തെറ്റ് തിരുത്താനൊന്നും അവർക്ക് കഴിയുന്നില്ല. കാരണം അവർ ചൊല്ലുന്നതിൻ്റെ അർത്ഥം അവർക്ക് അറിഞ്ഞുകൂടാ, എന്താണ് ചൊല്ലുന്നതെന്ന്. ദൈവദശകത്തിൽ തന്നെ എത്ര തെറ്റുകൾ പലരും അറിയാതെ വന്നുകൂടുന്നുണ്ടെന്നറിയാമോ? അത് അവരറിയുന്നില്ല. അതുകൊണ്ട് ഗുരുകൃതികൾ പഠിക്കുമ്പോൾ അർത്ഥബോധത്തോടു കൂടി പഠിക്കണം. നമ്മൾ ഒരു കൃതി പഠിക്കുന്നുള്ളെങ്കിലും ആ കൃതി അർത്ഥബോധത്തോടു കൂടിയിട്ട് പഠിക്കണം നമ്മൾ. അങ്ങനെ പഠിച്ചു പോകുമ്പോഴാണ് അത് നമുക്ക് ബോധത്തിൻ്റെ വെളിച്ചമായിട്ട് മാറുള്ളൂ, നമ്മുടെ അകത്ത് വെളിച്ചമായിട്ട് മാറുള്ളൂ. അത്തരത്തിൽ വെളിച്ചത്തെ നിർമ്മിക്കുന്ന പഠനമാണ് നമുക്ക് ആവശ്യം, ഇരുട്ടിനെ നിർമ്മിക്കുന്നതല്ല. പഠനങ്ങൾ പഠിച്ച് നിങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കരുത്, വിരോധികളെ സൃഷ്ടിക്കരുത്. പലപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് അഹങ്കാരവും നമ്മളിൽ വർദ്ധിക്കുന്നുണ്ട്. ശക്തമായ അഹങ്കാരമായിട്ട്, പാണ്ഡിത്യഗർവമായിട്ടൊക്കെ അഹങ്കാരം വർദ്ധിക്കും. അതുകൊണ്ട് നമ്മൾ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ ഓർക്കണം, ആ മഹാഗുരു നമ്മളോട് കാരുണ്യത്തോടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നമ്മൾ ആശയവിനിമയം ചെയ്യേണ്ടത്. നമ്മൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ വാദിക്കാനും ജയിക്കാനും ആകരുത്, അറിയുവാൻ അറിയിക്കാനുമാണ്. അതിനെന്ത് വേണം? അകത്ത് അപരനെക്കുറിച്ചുള്ള വലിയ വലിയ കരുണ വേണം. അടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ കരുതലിൽ ഞാൻ പങ്കാളിയാണ് എന്ന് ബോധം വേണം നമുക്ക്. അടുത്തിരിക്കുന്നവനെ ഉപദ്രവിക്കാനല്ല, അടുത്തിരിക്കുന്നവനെ സാന്ത്വനിപ്പിക്കാനാണ് ഞാൻ ഭാഷ ഉപയോഗിക്കേണ്ടത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയോ കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാകാതെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് കഴിയും. ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഒരർത്ഥത്തിൽ ഗുരുദേവൻ്റെ പഠനങ്ങളെല്ലാം ഇതാണ്. അരുമാമറ യോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുൾ ഓർത്താൽ അഖിലാഗമത്തിനും. അനുകമ്പാദശകത്തിൻ്റെ അവസാനത്തിൽ എഴുതിയിട്ടുള്ള 4 വരി, അത് ഫലശ്രുതി എന്ന് പറഞ്ഞ് പലരും അതിനെ അവഗണിക്കുകയാണ്. അവഗണനയുടെ പരകോടിയിലേക്ക് തള്ളിവിടും അത്തരം ഫലശ്രുതികളെയൊക്കെ. അരുമാമറ യോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുൾ ഓർത്താൽ അഖിലാഗമത്തിനും. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് ഒരു ഫലശ്രുതിയിൽ ഗുരു എഴുതി വച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഗുരുവോതും മുനിയോതും അർത്ഥവും. മുഹമ്മദ് സംസാരിച്ചതും ക്രിസ്തു സംസാരിച്ചതും ബുദ്ധൻ സംസാരിച്ചതും നാരായണ ഗുരുദേവൻ സംസാരിച്ചതും ശ്രീരാമകൃഷ്ണൻ പരമഹംസൻ സംസാരിച്ചതും രമണ മഹർഷി സംസാരിച്ചതും എല്ലാം
സാരത്തിലൊന്നാണ്. പലമത സാരവും ഏകം, അതിനെയാണ് പലമത സാരവും ഏകം എന്ന് ഗുരു എത്ര സരളമായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് ഏതർത്ഥത്തിൽ? നമ്മൾ യുക്തിയോട് വാദിക്കാൻ പോയിക്കഴിഞ്ഞാൽ സാരങ്ങളെല്ലാം വിഭജിക്കപ്പെടും. എപ്പോഴും നമ്മൾക്ക് ഒരുപാട് യുക്തികൾ വരുന്ന നേരത്ത് ആ യുക്തികൾ മുഴുവനും ഭിന്നിക്കാനുള്ളത് യുക്തിയാണ്, ഒന്നിക്കാനുള്ള യുക്തി നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ യുക്തിയെ പലവിധ യുക്തി എന്നാണ് ഗുരു ഉപയോഗിച്ചിരിക്കുന്നത്. പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടേണം. പലവിധ യുക്തികളാണ്. ആ പലവിധ യുക്തിയിൽ നിന്ന് ഒരുവിധ യുക്തിയിലേക്ക് വരണം. ഏകയുക്തി എന്ന് പറയുന്നു. എങ്കിലാണ് മതങ്ങളെ ചേർക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഈ വർഷം വാസ്തവത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വർഷമാണ്. 1924 ആലുവയിൽ വെച്ച് ഗുരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അതിൻ്റെ ശതാബ്ദി വാർഷികമാണത് ശരിക്കും. ആ ശതാബ്ദി വാർഷികത്തിൽ നമ്മൾ ഓർക്കേണ്ട ആ സർവമത സമ്മേളനത്തിൽ സംസാരിച്ച എല്ലാവരും മതത്തിൻ്റെ ഏകതയെക്കുറിച്ച് പറഞ്ഞു. ഗുരുദേവനും ഈ ലോകത്തൊരു മതത്തെ നമ്മൾ വെറുക്കരുത്, വിരോധിക്കണ്ട. കാരണം എല്ലാ മതത്തിലും നന്മകളുണ്ട്. നിങ്ങൾ ഒരു മതം അതിൻ്റെ നന്മകളിൽ നിന്ന് സംശീകരിക്കൂ. ഒരു തേനീച്ച പോയിട്ട് പല പല പുഷ്പങ്ങളിൽ നിന്ന് തേൻ ഉറിഞ്ചിയെടുത്ത് അതിൻ്റെ അറകളിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നു. ആ തേൻ മുഴുവനും നമ്മൾ ഒരു പാത്രത്തിലേക്ക് ശേഖരിച്ചാൽ ഏതെല്ലാം പൂക്കളിൽ നിന്നാണ് ആ തേൻ വന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാ പൂക്കളുടെയും സത്തയായിട്ടുള്ള തേൻ ഒരേ രുചിയുള്ളതായിരിക്കും. അതുപോലെ ഹിന്ദുമതത്തിലായാലും ക്രിസ്തുമതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ജൂതമതത്തിലായാലും സരതുഷ്ട്രയുടെ മതത്തിലായാലും എല്ലാ മതത്തിൻ്റെയും സാരം ഒന്ന് തന്നെയാണ് എന്ന് ബോധ്യപ്പെടണം നമുക്ക്. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ ഈ മതനിന്ദ കുറയാൻ ഇടവരുത്തും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗുരുവിൻ്റെ ജീവിതത്തിൽ ഗുരു ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒരു ദിവസം ഗുരുദേവന് ബൈബിൾ പഠിപ്പിക്കാനായിട്ട് വിദേശികളായിട്ടുള്ള പാതിരിമാർ, സ്വദേശികളായിട്ടുള്ള കുറച്ച് പാതിരിമാരുമായിട്ട് വന്നു. അപ്പോൾ ഗുരു അവർ ബൈബിള് വായിക്കുന്നത് ഗുരുവിനോട് പറഞ്ഞു, ബൈബിൾ പഠിക്കേണ്ട ഒരു കൃതിയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ആരും പഠിപ്പിച്ചു തരാനില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അങ്ങനെ ഗുരുവിന് അവർ ബൈബിൾ പഠിപ്പിക്കാൻ ബൈബിൾ വായിച്ചു കൊടുക്കും. വായിച്ചിട്ട് അതിൽ ഓരോ വാക്യത്തിൻ്റെയും അർത്ഥം പറയാൻ ശ്രമിക്കുമ്പോൾ ഗുരു അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കും. കുറച്ചുകൂടി മെച്ചപ്പെട്ട ക്ലാരിറ്റിയുള്ള തെളിമയുള്ള വിശദീകരണം കൊടുക്കുമ്പോൾ അവർക്ക് അത്ഭുതമാകും. ഗുരുവിന് ഇതെങ്ങനെ അറിയാം? ഗുരു ആദ്യമായിട്ടാണല്ലോ ബൈബിൾ കേൾക്കുന്നത്. ഗുരുവിന് ഇതെങ്ങനെ അറിയാം? അപ്പോൾ പിന്നീട് അവർ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഗുരു എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവർ കേൾക്കാനിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും പോകുമ്പോഴും ഗുരു പറയും, ഇനിയും വരണമെന്നവരോട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഗുരു ഞങ്ങൾ ഇനിയും വരും, ഗുരു ഞങ്ങളെ അടിച്ച് പുറത്താക്കിയാലും ഞങ്ങൾ പോകില്ല, ഞങ്ങൾ ഇനിയും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു, ഞങ്ങളിവിടെ ആരെയും അടിച്ച് പുറത്താക്കാറില്ല, ഞങ്ങളെല്ലാവരെയും അടിച്ച് ഞങ്ങളുടെ അകത്താക്കാറേ ഉള്ളൂ എന്ന്. അപ്പം നമുക്ക് ഗുരുവിൻ്റെ ആ നർമ്മ സംഭാഷണത്തിലൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. മനുഷ്യരെ ഹൃദയത്തിലേക്ക് ചേർക്കുന്ന ഒരു രസതന്ത്രം ഗുരുവിന് അറിയാമായിരുന്നു. അതിൽ ഏത് മതത്തിലുള്ള വ്യക്തിയായാലും ആ മതത്തിൻ്റെ സാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ മതത്തിൽ അവർ പറയുന്നത് പോലെ തന്നെ ഗുരു അവർക്ക് വിശദീകരണങ്ങൾ നൽകുകയും ക്രിസ്തുമതത്തിൻ്റെ സാരവും ഇസ്ലാം മതത്തിൻ്റെ സാരവും ഹിന്ദു മതത്തിൻ്റെ സാരവും ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മതങ്ങളുടെ സാരവും ഒന്നു തന്നെ എന്ന് ബോധ്യപ്പെട്ട ഒരു ഗുരു നമ്മളെയും ആ ബോധ്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതമേകം. ഏതാണ് ഏകമതം? ഈ ഏകമതത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്കൊരിക്കലും മതശണ്ഠയോ മതകലഹങ്ങളോ ഉണ്ടാവുകയില്ല. അപ്പോൾ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ഒരു വിഖ്യാത വചനം എനിക്ക് തോന്നുന്നു ഗുരുവിൻ്റെ 70-ാം പിറന്നാളിലാണ് 60-ാം പിറന്നാളിലാണെന്നറിയില്ല, ആ വാക്യം പ്രത്യേകമായിട്ടെടുത്ത് പറഞ്ഞിരുന്നു. അതൊരു കൃതിയുടെ ഒരു ഭാഗമാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ലതിൽ
എന്നതിലെ ആദ്യത്തെ വരി മാത്രമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളത്. അതിൽ മതം, ഒരു മതം ഏതെന്നുള്ള കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ടായിരുന്നു. ജാതി ഏതെന്ന് പലർക്കും മനസ്സിലായി. മനുഷ്യജാതിയെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. മനുഷ്യാണാ മനുഷ്യത്വം ജാതി, ദൈവം ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞ കാര്യത്തിലും ആസ്തികന്മാരെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല, ഒരു ദൈവമേ ഉള്ളൂ എന്ന കാര്യത്തിൽ. പക്ഷേ ഒരു മതമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പലരും ഗുരുവിൻ്റെ അടുത്ത് വന്ന് ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. ഗുരു പറയുന്നത്, ഈ ലോകത്തൊരു സത്യം മനസ്സിലാക്കണം. എല്ലാ ജീവികളും, മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളും എപ്പോഴും നിരന്തരമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ എന്ന് ചോദിച്ചു. എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്ക് സുഖം വേണം, സുഖം വേണമെന്നാണ്. ആരും എനിക്ക് ദുഃഖം വേണം, ദുഃഖം വേണമെന്ന് ആഗ്രഹിക്കാറില്ല. എല്ലാവരും സുഖത്തിലേക്ക് ആനയിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സുഖത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ആ സുഖത്തിൻ്റെ ഉറവിടത്തിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ കഴിയുകയാണെങ്കിൽ നമ്മൾക്ക് ക്രിസ്ത്യാനിയുടെ സുഖം വേറെ, ഹിന്ദുവിൻ്റെ സുഖം വേറെ, മുസൽമാൻ്റെ സുഖം വേറെ എന്നുള്ള വിഭാഗീയതയിലേക്ക് എത്തില്ല. എല്ലാവരുടെയും സുഖം, ഉറുമ്പ് മുതൽ ആന മുതൽ പുല്ല് മുതൽ മനുഷ്യൻ മുതലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സുഖത്തിൻ്റെ ഉറവിടം ഒന്ന് തന്നെയാണ്. ആ സുഖം എവിടെ ഇരിക്കുന്നു? അത് ആത്മാവിലിരിക്കുന്നു. ആ സുഖം, ആ ആത്മാവിനെ അറിയുന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ആത്മാവിനെ അറിയുന്നത് വരെ ആത്മസുഖം എന്തെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. ആത്മസുഖം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഉറുമ്പിൻ്റെ സുഖം ഭഞ്ചിക്കാൻ കഴിയുകയില്ല, പുൽക്കൊടിയുടെ സുഖം ഭഞ്ചിക്കാൻ കഴിയുകയില്ല, മനുഷ്യൻ്റെ സുഖം ഭഞ്ചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുഖത്തിൻ്റെ ഉറവിടം തേടിയുള്ള യാത്രയിൽ ആത്മസുഖം വരെ മാത്രമാണ് മനുഷ്യന് അന്വേഷണമുള്ളൂ. അതുകൊണ്ട് ആത്മോപദേശ ശതകം ഗുരു എഴുതിയത് മനുഷ്യനെ എവിടെ ഒന്നിപ്പിക്കാൻ കഴിയും? ആത്മാവിൽ ഒന്നിപ്പിക്കാൻ കഴിയും. ഭിന്നിപ്പിക്കാൻ കഴിയുന്നത് എവിടെയാണ്? ചിന്തകളിലും മനസ്സിലും ശരീരത്തിലൊക്കെ ഭിന്നിപ്പിക്കാൻ കഴിയും. പക്ഷേ ആത്മാവിൽ നമുക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയും. ഇത് വലിയ ഒരറിവാണ്. ഇത് സാധാരണ അറിവ് അല്ല. ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്ന് സാധാരണം, ഇവ രണ്ടുമൊഴിഞ്ഞൊരന്യരൂപം, നിലവിലുമില്ലിതു നിദ്രയിങ്കലും മേലിന നഗരത്തിലും എങ്ങുമില്ല നൂനം എന്ന് ആത്മോപദേശ ശതകത്തിൽ ഗുരു പഠിപ്പിക്കുന്നത്. ഇത് ഗണനയിൽ നിന്ന് കവിഞ്ഞതാണ്. സാധാരണ ഗണനകൾക്ക് അപ്പുറത്തുള്ള ഒരു ബോധമാണ് ആത്മബോധം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ആത്മബോധം നമ്മൾ ജനതയ്ക്കിടയിലൊക്കെ വരണം. എല്ലായിടത്തും ഈ ആത്മബോധം ഉണ്ടായി വരണം. അപ്പോൾ ആത്മബോധത്തിൻ്റെ അധ്യാപകരായിട്ട് തീരാൻ നിങ്ങൾക്ക് കഴിയണം. ആത്മബോധത്തിൻ്റെ പ്രകാശകന്മാരായിട്ട്, വാഹകന്മാരായിട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഗുരുധർമ്മം പ്രചരിപ്പിക്കുക എന്ന്. ഞാൻ പല സന്ദർഭങ്ങളിലും അത് തിരുത്തിയിട്ടുണ്ട്. പ്രചരിപ്പിക്കാൻ നമ്മൾ ആരുമല്ല. പലരും പ്രചരിപ്പിക്കുമ്പോൾ നമുക്കില്ലാത്ത ഒന്നാണ് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. ഞാൻ ശാന്തിയെ പ്രചരിപ്പിക്കാൻ നടക്കുന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ശാന്തിയില്ല. ഞാൻ സ്നേഹത്തെ പ്രചരിപ്പിക്കാൻ നടക്കുന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ സ്നേഹമില്ല. ഞാൻ ആനന്ദത്തെ പ്രചരിപ്പിക്കാൻ നടക്കുന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ആനന്ദമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രചരണം എന്ന് പറയുന്നത് ഒരിക്കലും ഫലവത്തായിട്ട് തീരുകയില്ല. പകരം പ്രസരണമായിരിക്കണം. നിങ്ങൾക്കുള്ളതാണ്. ഒരു പൂവിന് പരിമളമുണ്ടെങ്കിൽ അത് പ്രസരിക്കുകയും വണ്ടുകളും തുമ്പികളും ഈച്ചകളൊക്കെ ആ പൂവിലേക്ക് സ്വാഭാവികമായിട്ട് വരും. നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ സുഗന്ധം അടിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഉറവിടം ഗുരുവാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഗുരുവിനെ പ്രചരിപ്പിക്കാൻ നടക്കുമ്പോൾ ഒരിക്കലും സുഗന്ധമില്ലാത്ത വാക്കുകളും സുഗന്ധമില്ലാത്ത പെരുമാറ്റവും നമ്മളുടെ അടുത്തുനിന്ന് വന്നാലോ ഗുരു അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ പ്രസരണം, അതായത് വെളിച്ചത്തെ വഹിക്കുന്നവരായിരിക്കണം, പരിമളത്തെ വഹിക്കുന്നവരായിരിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യം. ഈ കാലഘട്ടം ആശയവിനിമയത്തിൻ്റെ കാലഘട്ടമാണ്. ആശയവിനിമയം അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തലത്തിൽ അതിനുള്ള ഇൻസ്ട്രുമെൻറ്റുകളും ഗാഡ്ഗറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും
ഉറവിടത്തിൽ നിന്ന് തെറ്റിയിട്ടുള്ള ഒരു ആശയവിനിമയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ആശയവിനിമയം തന്നെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ആശയവിനിമയമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാലഘട്ടം ഉണ്ടാക്കുന്ന വിപത്തിൻ്റെ ഒരു സൂചന ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ലോകത്ത് വരാനിരിക്കുന്നൊരു വിപത്ത് ഇതാണ്. നമ്മൾ വാക്കുകൾ എല്ലായിടങ്ങളിലും പലരിൽ നിന്നും പ്രസരിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഉറവിടം എവിടെയെന്ന് നമ്മൾ അന്വേഷിക്കാതെ പോകും. ആ ഉറവിടത്തിൽ നിന്നത് ജനിക്കണം. അത് ഗുരുവിൽ നിന്ന് വരുന്നു എന്നുള്ള ആ ഉറവിടത്തിലേക്കാണ് അത് പോകേണ്ടത്. ഇത് ഗുരുവിൻ്റെ സൗരഭ്യമാണ്, എൻ്റെ സൗരഭ്യമല്ല. എൻ്റെ സ്നേഹം ഗുരുവിൻ്റെ സ്നേഹമാണ്, എൻ്റെ കരുണ ഗുരുവിൻ്റെ കരുണയാണ്, എൻ്റെ അറിവ് ഗുരുവിൻ്റെ അറിവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് വേറൊരുവന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതാണ് തീർച്ചയായിട്ടും ലോകത്തിന് പരിണാമമുണ്ടാക്കുന്നത്, മാറ്റമുണ്ടാക്കുന്നത്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ ഈ മനക്കച്ചിറ കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വലിയ ഒരു പരിവർത്തനത്തിൻ്റെ നാന്ദിയാണ്. 15 വർഷമായിട്ട് നിലയ്ക്കാതെ ഈ കൺവെൻഷൻ ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നു. അതിന് ഒത്തിരി അറേഞ്ച്മെൻറ്റ്സുകൾ ആവശ്യമുണ്ട്, ഒത്താശകൾ ആവശ്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയാൽ മാത്രമാണ് ഇത്രയും അധികം ആളുകൾക്ക് വന്നിരുന്ന് ഇത്രയും നേരം ശ്രവിക്കാൻ പറ്റുകയുള്ളൂ. അതിന് ഏകാഗ്രത ആവശ്യമുണ്ട്. ഈ ചൂടുള്ള സമയത്താണ് മനക്കച്ചിറ കൺവെൻഷൻ നടക്കുന്നത്. നല്ല ചൂട്ടത്ത് വന്നിരുന്ന് നിങ്ങൾ ശ്രവിക്കുമ്പോഴും നിങ്ങളുടെ ഏകാഗ്രതയ്ക്ക് ഭംഗമില്ലാത്ത വിധത്തിൽ ഇവിടെ ഇരിക്കാനൊക്കെ കഴിയുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല ഇവിടെ. എന്തായാലും ഗുരു അനുഗ്രഹത്താൽ ഇന്നിവിടെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് കുറച്ച് അവസരം കിട്ടിയത് വലിയ സന്തോഷം. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഞാൻ മനക്കച്ചിറ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അതും വലിയ ധന്യത പകർന്ന ഒരു അനുഭവമായിരുന്നു. ശ്രീ അനിൽജി എന്നെ വിളിച്ചു. വലിയ സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് സംതൃപ്തി നൽകി. ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം മനക്കച്ചിറ കൺവെൻഷൻ്റെ ആ ഭംഗിയും സൗന്ദര്യവുമൊക്കെ. മണിമലയാറിൻ്റെ തീരം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വലിയ കുളിർമയാണ്. ഒരു നദിയുടെ തീരത്ത് അല്ലെങ്കിൽ ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് ഇരിക്കാൻ കഴിയുക എന്നൊരു വലിയ അനുഗ്രഹമാണ്. പാവനമായൊരു നദിയാണ്. എല്ലാ നദികളും പാവനമാണ്, പക്ഷേ ഈ നദിയും പാവനമാണ്. ആ പാവനമായ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് നമ്മൾ ഗുരുവചനങ്ങൾ ശ്രവിക്കുന്നത് തികച്ചും അതിലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള അനുഭൂതിയുമുണ്ട്. അതിലൊരു അനുഭൂതിയുടെ രസവുമുണ്ട്. അതിൽ ഒരു ജലം തണുപ്പാണ്. ആ തണുപ്പ് നമ്മുടെ അടുത്തേക്ക് വരും. വാക്കുകളുടെ തണുപ്പ് പോലെ തന്നെ ജലത്തിൻ്റെ തണുപ്പ് നമ്മളിലെ അടുത്തേക്ക് വരും. അതുകൊണ്ട് ഈ ദിവ്യ സന്ദർഭത്തിൽ പങ്കെടുത്ത് ഗുരുവിൻ്റെ വചനങ്ങളെക്കുറിച്ചും ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ചും ദാർശനികതയെക്കുറിച്ചും അനുകമ്പയെക്കുറിച്ചും ഏകലോക മാനവികതയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുവാനായിട്ട് ഒരു സന്ദർഭം ഒരുക്കി തന്ന ഈ മനക്കച്ചിറ കൺവെൻഷൻ ഭാരവാഹികളോടും അതിൻ്റെ പ്രവർത്തകരോടും ഒക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് ശ്രവിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്കേവർക്കും ഗുരുദേവ അനുഗ്രഹം ആവോളം ലഭിക്കട്ടെ. ഗുരുദേവൻ്റെ ഹൃദയത്തിലേക്ക് താമസക്കാരായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഹൃദയത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം.